നമ്മുടെ ഗുരുദർശന പഠന ക്ലാസ്സിൻ്റെ 28ാം ദിവസമായ ഇന്ന് പ്രഭാഷണം നടത്താനിവിടെ എത്തിയിട്ടുള്ളത് ബിജു പാറശാല ആണ്. സാറിവിടെ എത്തിയിട്ടുണ്ട്. സാറിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് ശ്രീമതി വിജയമ്മ ടീച്ചറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആളുകളൊക്കെ വന്നു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മഴയും കൂടെ ചതിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും വന്നെത്തും. നമ്മുടെ ഈ പരിപാടി തുടങ്ങിയിട്ട് ഇന്ന് 28ാം ദിവസമാണ്. ഇതിൽ 4 ദിവസം നടക്കുന്നില്ല. അതിന് പകരം നീട്ടി കൊണ്ടുപോകണോ വേണ്ടതെന്ന് ശിശുപാല സാറിനൊരു ചോദ്യമുണ്ട്. അത് നിങ്ങളുടെ അഭിപ്രായം പോലെ ഇരിക്കും, വേണോ വേണ്ടേ എന്നുള്ളത്. 31 വരെയാണ് നമ്മൾ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ന് 28ാം ദിവസമായി. ഇന്നത്തെ നമ്മുടെ പ്രഭാഷകനായിട്ട് വന്നിരിക്കുന്നത് ബിജു പാറശാല. ആദ്യമായിട്ടാണ് ഇവിടെ ഞാൻ കാണുന്നത്, എങ്കിലും പേര് നേരത്തെ പരിചയമുണ്ടായിരുന്നു. ഒന്ന് കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, ആരെന്നറിയാനുള്ള. എന്തായാലും ഇന്നാണ് ഞാൻ കാണുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു. ഇത് നല്ലൊരു ചിത്രകാരനാണ്. ഗുരുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം ഇദ്ദേഹം വരച്ചാണ്. ഏത് കോവിലെന്ന് പറഞ്ഞത്? കുന്നുംപാറ ക്ഷേത്രത്തിൽ വെച്ച് ആരാധിക്കുന്ന ചിത്രം ബിജു വരച്ചതാണെന്നാണ് പറഞ്ഞത്. കേട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷവും ഒരു അഭിമാനവും ഒരു രോമാഞ്ചവും ഉണ്ടായി. സത്യം ആ പടം കണ്ടപ്പോൾ. നമ്മൾ പല രീതിയിലും ഗുരുവിൻ്റെ പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും പ്രത്യേകതയുള്ള ഒരു പടമാണ് അത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ രൂപമാണ് വരച്ചത്. പിന്നെ കൊലത്തുരയിരിക്കുന്ന ആ രീതിയിലുള്ള പടവും വരച്ചിട്ടുണ്ട്. പൊതുവേ ഒരു ചിത്രകാരൻ നല്ലൊരു ചിത്രകാരനാണെന്നാണ് പറയുന്നത്. പിന്നെ ഗുരുദേവൻ്റെ ദർശന പ്രചാരകനും കൂടെയാണ്. എവിടെയും ഗുരുവിനെക്കുറിച്ച് പറയാനും അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാക്ഷരതാ മിഷൻ്റെ PRO ആയിട്ട് പ്രവർത്തിച്ചിരുന്നു. പാറശാലക്കാരനാണ്. ഇപ്പോൾ താമസം പാപ്പനംകോടാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് 2 മക്കളുണ്ട്, 2 ആൺകുട്ടികളാണ്. ഇതൊക്കെ ഇപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്. എന്തായാലും കടന്നു വന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ കൃതികളെപ്പറ്റി പറയുകയാണെങ്കിൽ എത്ര പറഞ്ഞാലും തീരില്ല, എത്ര കേട്ടാലും മതി വരാത്ത ഭാഗമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഓരോരുത്തരും എത്ര പറഞ്ഞാലും പിന്നെയും പിന്നെയും പറയാനും കേൾക്കാനും ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുപോലെ ഒരു പുതിയ കാര്യങ്ങളിലോട്ട് നമ്മൾ കേൾക്കാനുള്ള ആ സന്തോഷത്തോടെയും മനസ്സോടും കൂടെ ഇരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്നത്തെ പ്രഭാഷണത്തിന് വേണ്ടി ശ്രീ ബിജു പാറശാല അവരുകളെ സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്ത. പ്രിയപ്പെട്ടവർ, കോലത്തുകരയിൽ ഇതിനു മുമ്പ് 2-3 തവണ വന്നിട്ടുണ്ട്. അവിടെ ഗുരുവിനടുത്ത്. പിന്നെ ഇവിടെ ലൈബ്രറിയിൽ വരാൻ സാഹചര്യമൊരുക്കിയത് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ രാജീവ് ആറുകളാണ്. നമ്മൾ ആശാൻ സ്മാരകത്തിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. പ്രിയപ്പെട്ട നേരത്തെ സ്വാഗതം പറഞ്ഞ എൻ്റെ ബഹുമാന്യായ വിജയമ്മ ടീച്ചർ അവർകളെ, ശ്രീ രാജീവ് അവർകളെ, അതുപോലെ എൻ്റെ 2 സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. അവരും ഇവിടുത്തെ ബന്ധുക്കൾ തന്നെയാണ്. ശ്രീ രഘു സാറ്, എൻ്റെ പ്രിയ സുഹൃത്ത് ജയകുമാർ സാറ്, മറ്റ് ഇവിടെ ഇരിക്കുന്ന ഗുരുദേവ ദർശനങ്ങളെ മനസ്സുകൊണ്ട് സ്വീകരിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ. ഇന്നത്തെ വിഷയം ഗുരുദർശനത്തിലെ മാനവികത എന്നതാണ് ഇന്നത്തെ വിഷയം. കഴിഞ്ഞ ഒരു 10-15 വർഷമായി ഗുരുവിൻ്റെ ദർശനങ്ങളെ നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയ്ക്കുള്ള എൻ്റെ ചില നിരീക്ഷണങ്ങളും പഠനങ്ങളുമാണ് ഇവിടെ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ചരിത്രം പഠിക്കുന്നവരാണ്. ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പേ കടന്നുപോയിട്ടുള്ള മനുഷ്യൻ്റേതും മനുഷ്യന് ചുറ്റുപാടുമുള്ള എല്ലാ തലങ്ങളിലുമുള്ള കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള പഠനവും അന്വേഷണവുമാണ്. അതിൽ ചില അവശേഷിപ്പുകൾ ചരിത്രത്തിലുണ്ടാകും.
അത്തരം അവശേഷിപ്പുകളിൽ ചിലത് വലിയ സന്ദർഭങ്ങളായിരിക്കും, മഹത് സന്ദർഭങ്ങളായിരിക്കും. ചിലപ്പോൾ മഹത് വ്യക്തികളാവാം, മഹത് സംഭവങ്ങളാവാം. അതിൽ നമുക്ക് എങ്ങനെ ചില കാര്യങ്ങളെ ചികഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ മഹത് വ്യക്തികളെ പറയുമ്പോൾ അതിൽ മഹത്വം ആർജിച്ചവരുമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മഹത്വം ആർജിക്കണമെങ്കിൽ അവിടെ ചരിത്രത്തിൻ്റെ പിൻബലമില്ലാതെ ഒരു മഹത്വം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മഹത്വമുള്ള, ചരിത്രത്തിൻ്റെ പിൻബലമുള്ള, അല്ലെങ്കിൽ ചരിത്രവും വ്യക്തിപ്രഭാവവും ചേർന്ന് കുത്തിയൊലിക്കുന്ന അത്തരം സന്ദർഭങ്ങളിൽ രൂപപ്പെടുന്ന മഹാന്മാരുണ്ട്. അങ്ങനെയുള്ള ചരിത്രവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച വ്യക്തിപ്രതിഭയും ചേർന്ന് സംഭവിച്ചിട്ടുള്ള ആളാണ് ചെമ്പഴന്തിയിൽ പൂജാതനായ, നമ്മളേറെ ബഹുമാനിക്കുന്ന, ലോകത്തെ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ഗുരു എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് പറയാനുള്ളത്. അതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കുന്നത്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നമ്മൾ എക്കാലത്തെയും വഴികാട്ടിയാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഒരു വഴികാട്ടികളിൽ നമുക്ക് കൃത്യമായി സഞ്ചരിക്കാനുള്ള ദിശ നൽകിയിട്ടുള്ളത് ഗുരുവിനോളം മറ്റൊരാളുണ്ടെന്ന് കരുതുന്നില്ല. എൻ്റെ വിഷയം ഒരു തത്വശാസ്ത്രം പഠിച്ച വിദ്യാർത്ഥി എന്ന നിലയ്ക്കും പാശ്ചാത്യ ദാർശനികരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പുതിയ ഒരു വഴി കണ്ടെത്തി തരുന്നതിൽ ഗുരു കാണിച്ചിട്ടുള്ളൊരു ജാഗ്രതയുണ്ട്. ആ ജാഗ്രത നമ്മളെ എത്തിക്കുന്നതും ഗുരുത്വത്തിലേക്ക് എത്തിക്കുന്നു. അവിടെയും ഒരു അദ്വൈത ഭാവം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ആ അർത്ഥത്തിൽ നമുക്കൊരു ഉള്ളതിലൊടുവിലത്തെ ഒരു മാർഗസരണി അല്ലെങ്കിൽ വഴികാട്ടി എന്ന് പറയുന്നത് ഗുരു തന്നെയാണ് എന്നുള്ളതാണ്. നമുക്കതിനെ രണ്ട് ഘട്ടമായി നമുക്ക് തിരിക്കാം. ഒന്ന് 1888 നമ്മൾ പറയുന്ന ഒരു ഗുരുവിൻ്റെ അറിയപ്പെടുന്ന കാലം തുടങ്ങുന്ന ഒരു വർഷം എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് 888 മുമ്പുള്ള കാലഘട്ടവും 888 ശേഷമുള്ളൊരു കാലഘട്ടം, അതിനുശേഷമുള്ള ഒരു 4 പതിറ്റാണ്ടാണ് ഗുരു ഈ കേരളത്തിലും തെക്കൻ തിരുവിതാംകൂറിലുമൊക്കെ ഒരു വലിയ ചാലക ശക്തിയായി മാറിയിട്ടുള്ളത് ആ കാലഘട്ടമാണ്. അവിടെ നമ്മൾ നേരത്തെ ഇവിടെ രാജീവ് മാഷുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് തന്നെ ഗുരുവിനെ ഒരു 10-20 ലക്ഷം ആൾക്കാരുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളത്, നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമില്ല. ഇത്രയും സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അത്രയും ആളുകളുടെ ഇടയിൽ ഒരു പ്രചാരം ഉണ്ടാക്കാൻ ഗുരുവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല എന്നുള്ളതാണ്. പക്ഷേ അന്നും ഇന്നും ചില തമസ്കരണങ്ങൾ നടക്കുന്നുണ്ട്. അതിലാണ് ഞാൻ നേരത്തെ സൂചിച്ചത്, നമ്മൾ ലൈബ്രറിയിൽ കുറച്ച് മുമ്പ് പോയതേ ഉള്ളൂ. ഉള്ളൂർ ഗുരുവിനടുത്ത് പോയ ആളാണ്, പക്ഷേ ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ ഗുരുവിനെ കുറിച്ചുള്ള പരാമർശം ഇല്ല എന്നുള്ളതാണ്. അതിപ്പോഴും അവശേഷിക്കുന്നു. അതുകൊണ്ട് അന്നത്തെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരിടത്തും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതായിട്ടുള്ള പരാമർശങ്ങൾ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഈ സമീപകാലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രിൻ്റ് ആയിട്ടുള്ള ഗുരു സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങളുടെ അന്വേഷണത്തിലാണ്. എവിടെയെല്ലാം ഗുരുവിനെ സംബന്ധിക്കുന്ന പരാമർശങ്ങളുണ്ടോ അത് എങ്ങനെ നമുക്ക് സമാഹരിക്കാമെന്നുള്ളൊരു അന്വേഷണത്തിലാണ്. അതേസമയം നമ്മൾ ഇന്ന് ശക്തി പ്രാപിച്ചിട്ടുള്ള ആധുനിക ജനാധിപത്യ പ്രസ്ഥാനങ്ങളിലെല്ലാം തന്നെ പരാമർശ വിധേയമായിട്ടുള്ളത് മറ്റ് പലരെയാണ്. ഇപ്പോൾ വേലുത്തമ്പി ദളവയെ പരാമർശിക്കുന്നതിൽ ഒരു പിശുക്കുമില്ല. സ്വദേശാഭിമാനി, ഇപ്പം ഞാൻ താമസിക്കുന്നത് പാറശാലയാണ്, എൻ്റെ ദേശം നെയ്യാറ്റിൻകരയ്ക്ക് അപ്പുറത്താണ്. നെയ്യാറ്റിൻകര ചെല്ലുമ്പോൾ അവിടെ തൊട്ടടുത്ത അരുവിപ്പുറമാണ് ഞാൻ പറഞ്ഞ 1888 ആ വർഷത്തിന് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ്. അപ്പോഴും സ്വദേശാഭിമാനിയെ പോലുള്ള ആളുകളെ ഞാനത് കുറച്ച് കണ്ടിട്ടല്ല സൂചിപ്പിക്കുന്നത്, അപ്പോഴും തമസ്കരണത്തിൻ്റെ വഴിയിൽ ഗുരു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, തമസ്കരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോഴും അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുടുംബങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ കുടുംബത്തിൻ്റെ അടിത്തറയായി ഇപ്പോഴും നിൽക്കുന്നത് നമ്മളൊക്കെ ജീവിക്കുന്നത് ജാതി അറയിൽ തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന്. ഇപ്പോഴും നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒരു ജാതി അറയ്ക്കുള്ളിലാണ്. ഞാൻ ആ ഒരു അടിസ്ഥാനത്തിൽ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാനവികത പരിചയപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇന്ന്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഗുരുവിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വലിയ ആപത്തുകൾ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് അവസാനം തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഗുരു തൻ്റേതായ ഇടപെടലുകൾ നടത്തിയ ഇടത്തൊക്കെ തിരിച്ചു വരുമ്പോഴും പ്രയാസം അനുഭവിച്ചിരുന്നു. പക്ഷേ വലിയ ആപത്തുകൾ ഉണ്ടായിരുന്നില്ല, സംഘടിതമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല ഗുരുവിന്. സംഘടിതമായ, അത് ആവർത്തിച്ച് തന്നെ പറയണം, ഉണ്ടായിട്ടില്ല. പക്ഷേ വിപ്ലവകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു തലമാണ്.
അത് ഒരു സവിശേഷതയാണ് ഗുരുവിൻ്റെ. അതിലെടുത്തു പറയാന്നുള്ളത്, നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഏതൊന്നിനെയും എതിർക്കുന്ന ഒരാളല്ല. നമ്മൾ പറയും താർക്കികനല്ല, എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുക. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്, ഒരാളിൽ എങ്ങനെ സംഭവിക്കുന്നു, അവിടെയൊക്കെയാണ് ഈ മാനവികതയുടെ അംശം രൂപപ്പെട്ടു വരിക. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ സവിശേഷത രൂപപ്പെടുന്നത് ഗുരുവിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ വേറെ ഒരിടത്തുനിന്നുമല്ല. നമുക്ക് ചില സവിശേഷതകൾ നമുക്ക് സംഭവിക്കുന്നത്, രൂപപ്പെടുന്നത് നമ്മൾ രൂപപ്പെടുത്തുന്ന ജീവിതത്തിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ മറ്റൊരിടത്തുനിന്നുമല്ല. അത് വളരെ മാതൃകാപരമായി നമുക്ക് സമ്മാനിച്ചു എന്നുള്ളതാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 55 മുതൽ 56, 54 പറയുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷേ എങ്കിലും ചതയൻ നക്ഷത്രത്തിൽ ജനിച്ച വർഷം 55 ആണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ആ 73 വർഷത്തിനകത്ത് ഉള്ള ജീവിത അനുഭവത്തിൽ നിന്നാണ് ഇത് വരുന്നത്. ആദ്യം ഇതിൻ്റെ ഒരു വെളിപാട് വരുന്നത് 888 തന്നെയാണ്. ഒരു വലിയ ഉദാഹരണം, അല്ലെങ്കിൽ പ്രകടമായി ഗുരു തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത് അരുവിപ്പുറത്താണ്. അരുവിപ്പുറത്തെ പ്രതിഷ്ഠ ഒരുപക്ഷെ അന്നും ഇന്നും അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബ്രാഹ്മണ്യത്തെ നിശബ്ദമായി നിരാകരിക്കുന്ന ഒരു സമീപനമാണ് എടുക്കുന്നത്. 888 അന്ന് സ്വാമി അത് ഗുരു അത് പ്രതിഷ്ഠിക്കുമ്പോൾ അഷ്ടബന്ധ കൂട്ട് ഒരുക്കി വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ചേർന്നു പോയല്ലോ എന്ന ഒറ്റ വാക്കിൽ തൻ്റെ ബുദ്ധിയും കൗശലവും കൊണ്ട് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അവിടെ അവസാനിച്ചു, തർക്കമില്ല അവിടെ. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു ഉദാഹരണമാണ്. ഒപ്പം അവിടെ എഴുതി വെച്ച വരികൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ, രണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്നാണ് എഴുതി. നമ്മൾ പലപ്പോഴും പലയിടത്തും ഇപ്പോഴും മാണിത് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ മാത്രം അവശേഷിക്കും. അതല്ല, ഈ പ്രപഞ്ചമാകെ മാതൃക, അല്ലെങ്കിൽ ഈ ലോകമാകെ മാതൃക സ്ഥാനങ്ങളായി മാറണമെന്ന് പറയുന്ന വലിയ ആഗ്രഹവും സ്വപ്നവുമാണ് അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് എനിക്കവിടെ ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, പലപ്പോഴും നമ്മൾ കേരളത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഇപ്പോൾ പരശുരാമൻ്റെ നാടാണ് എന്ന വിശേഷണം വരുന്നുണ്ട്, ബ്രാഹ്മണദേശം. ശങ്കരാചാര്യരുടെ വരുമ്പോൾ അത് ജാതി കേരളമായി മാറുന്നു. അതേസമയം ചട്ടമ്പിസ്വാമി പ്രാചീന മലയാളത്തിൻ്റെ ആമുഖത്തിൽ മുഖവരയിൽ സൂചിപ്പിക്കുന്നത് അതൊരു നായർ ദേശമായിട്ട് മനസ്സിൽ കാണുന്നുണ്ട്. ഗുരുവിൻ്റെ നമ്മൾ ഒപ്പം കാണുന്ന ഒരാളാണ് ചട്ടമ്പിസ്വാമി. പക്ഷേ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി പുതിയൊരാശയം, സോദരത്വേന എന്നൊരാശയം നമുക്ക് സമ്മാനിക്കും. സാഹോദര്യത്വം എന്നൊരു സംഗതി, അവിടെയും നമുക്ക് അദ്വൈതത്തിൻ്റെ ഭാവം കാണാം. നമ്മളത് ചകഞ്ഞു നോക്കുമ്പോൾ കാണാൻ പറ്റും. കേവലമായൊരു 4 വരിയായിട്ട് നമ്മളതിനെ ചുരുക്കരുത് എന്നുള്ള. അതുകൊണ്ട് ഒരു സഹോദര കേരളം നമുക്ക് സമ്മാനിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ ഒരു മനുഷ്യ കേരളത്തെ സമ്മാനിക്കുന്നു. മറ്റ് പരാമർശങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു മനുഷ്യ കേരളത്തെ നമുക്ക് സമ്മാനിക്കുന്നു. അതൊരു പുതിയ ചിന്തയാണ്, ഒരു പുതിയ ചിന്ത നമുക്ക് രൂപപ്പെടുത്തി തരുന്നു എന്നുള്ളതാണ്. അവിടെ മുതലാണ്, ഈ പറയുന്ന 88 മുതലാണ് യഥാർത്ഥത്തിൽ അറിയപ്പെടുന്ന ഗുരുവിൻ്റെ ജീവിതകാലം തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ പറയുന്ന 1928 വരെ പ്രവർത്തന ബഹുലമായൊരു ജീവിത കാലമാണ് ഗുരു കഴിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ്. അവസാനം ചെന്നെത്തുന്നത് നമുക്കറിയാം, 1914 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് എഴുതിയ ജാതി നിർണയത്തിലെ 14 വരികളിൽ 5ാമത്തെ വരിയായ, നമുക്കറിയാം മനുഷ്യാണ മനുഷ്യത്വം ജാതർഗോത്വം ഗവാം യഥ ന ബ്രാഹ്മണാതിര ശൈവം ഖ തത്വം വേത്തി ഗോപിന എന്ന് പറയുന്നതിലെ അടുത്ത് വരുന്ന വരി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുന്ന ആ വലിയ തത്വ ചിന്തയിലേക്ക് ഗുരു എത്തിച്ചേരുന്നു എന്നുള്ള. മറ്റ് വരികൾ ഞാൻ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഗുരുവിൻ്റെ ഏതാണ്ട് എല്ലാ കൃതികളും കാണാപാഠമായിരിക്കും എന്ന് കരുതുന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ വരുന്ന ഒരു പ്രശ്നം, ഇത് സിദ്ധാന്തത്തിൽ മാത്രമല്ല ഗുരു പ്രയോഗ ജീവിതത്തിലും ഇത് നടപ്പിലാക്കി എന്നുള്ളതാണ്. നമ്മൾ അവിടെയാണ് വരുന്ന പ്രശ്നം. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ളൊരു ബന്ധം വളരെ വലുതാണ്. അത് നമ്മളൊന്ന് പരിശോധിക്കുക. ഞാനെന്ന വ്യക്തി, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, നമ്മൾ ചിന്തിക്കുന്നതാണോ പ്രവർത്തിക്കുന്നത്, പ്രവർത്തിക്കുന്നതാണോ ചിന്തിക്കുന്നതെന്ന് പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ വരുന്നു. ഗുരുവിനെ അതുകൊണ്ടാണ് നമുക്ക് ആകെ ഒരു ഗുരുവേ ഉള്ളൂ, ഈ ഗുരു എന്ന് നമുക്ക് പലപ്പോഴും ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ജാതി വ്യത്യാസമോ മതവ്യത്യാസമോ പാടില്ല എന്ന ഗുരു നിരന്തരമായി ഉദ്ബോധിപ്പിക്കുകയാണ്. ഗുരുവിൻ്റെ കൃതികളും ഗുരുവിൻ്റെ ചെയ്തികളും ഗുരുവിൻ്റെ ഇടപെടലുകളിലെല്ലാം ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്, തുളുമ്പി നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ സവിശേഷത. അവിടെ മറ്റൊരു സവിശേഷതയോടെ രൂപപ്പെടുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ജാതിഭേദം എന്നൊരു വാക്ക്, പിന്നീട് അത് അതേ സമയത്ത് തന്നെ ഒരു ജാതി എന്നൊരു പ്രയോഗവും വരുന്നുണ്ട്.
അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ ഒരു താരതമ്യപ്പെടുത്തലിന് ശ്രമിക്കുമ്പോൾ ജാതി ഭേദം അന്നത്തെ നിലവിലുള്ള സാമൂഹിക സാഹചര്യമാണ് ആ ഭേദം എന്ന വാക്ക് ഗുരുവിനെ കൊണ്ട് പ്രയോഗിപ്പിച്ചതെങ്കിൽ പിന്നീട് അത് ഒരു ജാതി, അതൊരു മനുഷ്യജാതിയാണെന്നുള്ളത് പക്ഷേ പലപ്പോഴും നമുക്കത് ഒരു സംശയമോ അല്ലെങ്കിൽ ഒക്കെ ഇടവരുത്താനുള്ള സാധ്യതയുണ്ട്. എങ്കിലും അതൊരു ജീവശാസ്ത്രപരമായ മറ്റൊരു സവിശേഷതയിലേക്ക് നമുക്ക് എത്തിക്കണം. അതൊരു ഗുരുവിൻ്റെ പ്രത്യേകതയാണ്. ഈ പറയുന്ന പല വാക്കുകളും ഉപയോഗിക്കുമ്പോൾ അത് പുതിയ സംഗതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതി. ഇത് ഏതാണ്ട് 1888 മുതൽ ഈ ശൈലി തുടരുന്നു എന്നുള്ളതാണ് ഗുരുവിനെ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരായ ആൾക്കാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ഒരു പ്രത്യേകതയാണ്, സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ ഏറ്റവും പരമപ്രധാനമായ സംഗതി അത് നമുക്കൊക്കെ ബാധകമാണ്, നമ്മളെ പണ്ഡിത സദസ്സിനൊക്കെ ബാധകമാണ്. നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട അധ്യാപകൻ ആര് എന്നൊരു ചോദ്യം ഇപ്പോഴും ഉണ്ട്. വെറും TTC പഠിച്ച ജയിച്ച ഒരാളാണോ 1ാം ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. അവിടെ ഗുരു നമുക്ക് കുറച്ചുകൂടെ വലിയ തലത്തിലേക്ക് മാതൃകയാവുന്നു. ഗുരുവിന് വളർത്തിക്കൊണ്ടുവരേണ്ടവരെ നന്നായിട്ട് അറിയാം. ആരെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്? നമുക്കറിയാം, ഗുരുവിൻ്റെ ശിഷ്യ പട്ടിക നമ്മൾ നോക്കിയാൽ മതി. ഓരോരുത്തരും ഓരോ ആളുകളാണ്. അവരവരുടെ ശേഷിയെ എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതൊരു പുതിയ വിദ്യാഭ്യാസ ക്രമമായിരുന്നു ഗുരു നമുക്ക് സമ്മാനിച്ചത്. കുമാരനാശാൻ അല്ല CV കുഞ്ഞിരാമൻ അല്ല സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ അവിടെ ആ ഓരോരുത്തരുടെയും വൈവിധ്യത്തെ സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കൈപിടിച്ച് എങ്ങനെ ഈ സമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള വലിയ ജാഗ്രത അതിനകത്തുണ്ട്. അതുകൊണ്ട് വളർത്തേണ്ടവരുടെ നിലവാരത്തിലേക്ക് ഗുരു ചിലപ്പോൾ താഴെ പോകും, എന്നിട്ട് അവരോടൊപ്പം ഉയരുന്നതായി ഭാവിക്കും. അതാണ് ഗുരുവിൻ്റെ പ്രത്യേകത. അതാണ് പ്രശ്നം. നമ്മൾ അധ്യാപകരൊക്കെ ഇവിടെ വിജയമ്മ ടീച്ചർ ഇവിടെ ഉണ്ട്. അധ്യാപകർ ചെയ്യേണ്ടതാണ് ആ കുട്ടിയുടെ അടുത്തേക്ക് പോവുക. അവിടെയും ഒരു അദ്വൈത ഭാവമുണ്ട്. അങ്ങനെ അടുത്ത് ചെന്നിരുന്നുകൊണ്ട് അവനെ കൈപിടിച്ചുയർത്തുന്ന, അത് നമ്മളെ മക്കളോടായാലും അങ്ങനെയാണ്. നമ്മൾ കുട്ടികളോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തിരിക്കുന്ന ആളോട്, അത് ചിലപ്പോൾ മുതിർന്ന ആളായാലും അവരുടെ അടുത്ത് ചെല്ലുക എന്ന് പറയുന്ന ഒരു അപരബോധ മനസ്സ് അന്നേ ഗുരുവിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ PK ബാലകൃഷ്ണൻ്റെ നിരീക്ഷണം പറയുന്നതാണ്, ഗുരു ഒരു ജീവബോധമാണ് എന്നുള്ളതാണ്, ഒരു ഊർജമാണ്. നമ്മളൊക്കെ എങ്ങനെയാണ്, നമ്മളൊക്കെ ഇപ്പോൾ നമുക്ക് പേരും നമുക്കൊക്കെ ചില അടയാളപ്പെടുത്തലൊക്കെ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ എണീറ്റ് സഞ്ചരിക്കാനുള്ള ഒരു ആർജവം തരുന്നത് ഒരു ഊർജത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ എത്രയോ മടങ്ങ് ഊർജമുള്ള ഒരു വലിയ പ്രവാഹമായിട്ടാണ് ഗുരു ഈ നമ്മുടെ ആ കാലഘട്ടത്തിൽ കടന്നുപോയതെന്നുള്ളതാണ്. ഇപ്പോഴും ആ ഊർജം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ സംഭരിച്ചു വച്ചിരിക്കുന്ന ഊർജത്തിൻ്റെ എത്രയോ മടങ്ങ് ഊർജം ആ അന്നത്തെ ജീവിച്ചിരുന്ന ഗുരുവിൻ്റെ ഭൗതിക ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്, അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത്. ആ ഊർജം ഇപ്പോഴും ഇങ്ങനെ പ്രഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ ബാലകൃഷ്ണ സാറിൻ്റെ നിരീക്ഷണം ഇതാണ് പറയണത്, മറ്റുള്ളവരിൽ അത്യപാരമായ സ്വാധീനം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അത് വെറും വാക്കുകളിൽ ഒതുക്കാവുന്നതല്ല. 2 അസൂയാർഹമായ പാണ്ഡിത്യമാണ്. വലിയ പണ്ഡിതനാണ്. നമ്മൾ പലപ്പോഴും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ചരിത്രത്തിൻ്റെ ഒരു ഏടുകളിലും ഇത്തരത്തിൽ ഒരു പരിചയപ്പെടുത്തൽ ഗുരുവിനെ നടത്തുന്നില്ല എന്നുള്ളൊരു വിഷയം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, അതികുശാഗ്രമായ ബുദ്ധി. അതാണ് അരുവിപ്പുറത്ത് സംഭവിച്ചത്. ചേർന്നു പോയല്ലോ, പിന്നെ അവിടെ ഒരു ചോദ്യവുമില്ല. മറ്റൊന്ന്, അധൈര്യമറിയാത്ത സ്വതന്ത്രാസക്തി. ഇത് PK ബാലകൃഷ്ണ സാറിൻ്റെ നിരീക്ഷണമാണ്. ഞാൻ ഇടയ്ക്ക് അത് പറയുന്നു, നാരായണ ഗുരു എന്ന പുസ്തകം വീണ്ടും വീണ്ടും വായിക്കണമെന്നുള്ളതാണ്. ഇടയ്ക്ക് അങ്ങനെ ഓർമ്മ വരുന്ന പുസ്തകങ്ങൾ പറയാം. ഇവിടെ തൊട്ട് മുകളിൽ ഗുരുവിൻ്റെ പുസ്തകങ്ങൾ കണ്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനകത്ത് കാണേണ്ടത് ഗുരുവിൻ്റെ ഈ ബുദ്ധിപരമായ ബുദ്ധി ഒരു പ്രധാനമാണ്. നമ്മൾ പറയുമല്ലോ ഈ ബ്രഹ്മം എന്നൊക്കെ പറയുമല്ലോ, അതിന് യഥാർത്ഥത്തിൽ അർത്ഥം പറയാനുള്ളത് ശുദ്ധമായ ബോധമെന്ന് പറഞ്ഞാൽ മതി. അതാണ് ബ്രഹ്മം. ഗുരു ഓവിലുള്ള വെള്ളം 1 മണിക്കൂർ തലയിൽ ധാരധാരയായിട്ട് ഒഴുക്കും എന്നുള്ളതാണ്. 1 മണിക്കൂർ ധാരയായിട്ട് ഒഴുകും. നമ്മൾ 2 മിനിറ്റിലാണ് കോരി ഒഴിച്ചിട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ ധാര നടത്തുന്നത് എവിടെയാണ്? നമ്മളെ തലയിലല്ല, മറ്റെവിടെയോ നമ്മൾ ധാരയായി ഒഴിച്ച് കളയുകയാണ് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് ഗുരുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിട്ടുവീഴ്ചയില്ലാത്തൊരു മനസ്ഥിതിയുടെ ഉടമയായിരുന്നു. 2, പ്രായോഗിക ബുദ്ധി. നമ്മൾ പലപ്പോഴും എടുക്കുന്ന തീരുമാനം, അപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ ഒരുപാട് ആലോചിക്കണം എന്നുള്ളതാണ്. ഒരുപാട് ആലോചിക്കാനാണ് ഇത് തന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ആലോചിക്കുമ്പോൾ നമുക്കൊരു നിഗമനത്തിലെത്താൻ പറ്റും, തീരുമാനത്തിലെത്താൻ പറ്റും. അങ്ങനെ നമുക്കായി ഒരു പുതിയ സാമൂഹിക വിപ്ലവ ചിന്താഗതി സമ്മാനിച്ചത് നമുക്ക് ഗുരുവാണ്. നമ്മളതിനെ അങ്ങനെ തന്നെ കാണേണ്ടതും.
ഇതെല്ലാം എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അങ്ങനെ കഴിഞ്ഞിരുന്നു. അത് ആ ജീവിത കാലഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും താൻ എന്താണ് ചെയ്യേണ്ടത്, വ്യക്തിപരമായി എന്താണ് ചെയ്യേണ്ടത്, സാമൂഹ്യപരമായി എന്താണ് ചെയ്യേണ്ടത്, നാളത്തേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, കൃത്യമായ ചിട്ടയായ തീരുമാനങ്ങൾ ഗുരു ഓരോ സന്ദർഭത്തിലും എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പല സംഗതികളും നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് സൂചിപ്പിച്ചത്. പലപ്പോഴും നമ്മളതിനെ പറയുന്നത്, ഗുരുവിനെ വിളിക്കുന്ന നമ്മളെ തലച്ചോറ് പോലെ അല്ല, ഫ്രീക്ക് ബ്രെയിൻ എന്നാണ് ഗുരുവിനെ എപ്പോഴും ബാലകൃഷ്ണ സാർ പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാലകൃഷ്ണ സാറിനെ കുറിച്ച് പറയുന്നത്, നാരായണ ഗുരുവിനെ കുറിച്ച് വളരെ അഗാധമായി പഠിച്ചിട്ടുള്ള 2 ആൾക്കാർ, ഒന്ന് KP അപ്പനും, അതുപോലെ അതിൻ്റെ പരാമർശങ്ങൾ ഇതിനകത്തുണ്ട്. എൻ്റെ പഠനങ്ങളിലെല്ലാം, എൻ്റെ അന്വേഷണങ്ങളെല്ലാം അതിനെ ബേസ് ചെയ്തിട്ടുള്ള പഠനങ്ങളാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത് കുട്ടിനാൾ മുതലേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെമ്പഴന്തിയിലെ അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ കുറച്ച് 50-ൽ താഴെ വീടുകളുണ്ടായിരുന്നു എന്നുള്ളതാണ് ഗൗതമദാസിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ചെമ്പഴന്തിയിലെ ഒരു കുടുംബത്തിലെ ഒരാളാണ് ഗൗതമദാസ്. അദ്ദേഹം ഈ നമ്മളെ ശാരദാ പ്രതിഷ്ഠയുടെ 100ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ടുള്ള പതിപ്പിലാണ് ആ ലേഖനമുള്ളത്. അതിൽ പരാമർശിച്ചിട്ടുണ്ട് 1-2 വീടുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം അർദ്ധപട്ടിണിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ ആ കാലഘട്ടത്തിൽ, ആ സാഹചര്യത്തിൽ ഇത്രയും വലിയ പാണ്ഡിത്യം ഉണ്ടാക്കാൻ, പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് ആർജിക്കാൻ, അപ്പോൾ പരമാവധി അറിവ് ആർജിക്കുക എന്ന് പറയുന്നൊരു പ്രധാന സംഗതിയാണ്. ആ അറിവെന്ന വാക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഗുരു മാത്രമായിരിക്കും. നമ്മൾ ലോകത്തെ ഏത് മഹാനെയും, ഏത് സന്യാസി ശ്രേഷ്ഠനെയും, ഏത് ആളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, പരിഗണിക്കുമ്പോൾ ഇത്രയും കൂടുതൽ സമയം അറിവ്, തൻ്റെ കൃതിക്ക് പോലും അറിവ് എന്ന വാക്കാണ് ഗുരു ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഗുരുവിൻ്റെ അറിവ് ചെന്നെത്തുന്നത് ഒരു തത്വചിന്തകൻ്റെ മാനസിക ഘടനയിലേക്ക് അത് മാറുന്നു എന്നുള്ളത്. 2, ഒരു ഫിലോസഫി എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ മറ്റൊരു തലമാണ്. ലവ് ആൻഡ് വിസ്ഡം എന്നാണ് പറയുന്നത്. അവിടെ വരുന്നത് സ്നേഹത്തിൻ്റെ ഭാഷ വരുന്നുണ്ട്. സ്നേഹമാണ്, ലവ് ആൻഡ് വിസ്ഡം എന്നാണ് നമ്മൾ ഫിലോസഫിക്ക് പറയുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അത്തരത്തിലൊരു ചിന്താരീതി ഇതൊക്കെ രൂപപ്പെടുത്തുകയാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. നമുക്ക് അത്ഭുതം തോന്നും, ഇതെങ്ങനെ ഇതൊക്കെ രൂപപ്പെടുത്തി ഒരു മനുഷ്യൻ രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ്. അതൊക്കെ കൈവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗുരു പലപ്പോഴും തൻ്റെ തലച്ചോറിനെ എങ്ങനെ പരുവപ്പെടുത്താം എന്നുള്ളത് ഈ പറയുന്ന, നമ്മളത് നിരീക്ഷിച്ചാൽ കണ്ടെത്താൻ കഴിയുന്നത് ഈ പറയുന്ന 1888 മുമ്പുള്ള അവധൂത കാലഘട്ടത്താണ്. അവധൂത നമ്മൾ പൊതുവെ ഒറ്റ വാക്കിൽ പറയുന്നത് അവധൂത കാലം എന്നാണ്. ശരീരം മറന്ന് ആത്മാവിൻ്റെ ലയാവസ്ഥയിൽ സഞ്ചരിക്കുന്ന ഒരാൾ, അത് നമുക്കും പറ്റും. പക്ഷെ നമ്മൾ ആ വഴി പോയിട്ടില്ല എന്നുള്ള നമ്മൾ പലപ്പോഴും ആലോചിക്കുന്ന, നമുക്കത് കഴിയുമോ? കഴിയില്ല. അപ്പോൾ അങ്ങനെ കഴിയണമെങ്കിൽ, ഇപ്പോൾ മരുത്വാമലയിൽ ദീർഘകാലം മണിക്കൂറുകളോളം തപസ്സനുഷ്ഠിക്കുക, ധ്യാനത്തിലിരിക്കുക, ഈ പ്രശ്നങ്ങൾക്കെല്ലാം എന്താണ് പരിഹാരമെന്നുള്ള അഗാധമായ ചിന്തയിൽ മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമുക്ക് എത്ര കഴിയുമെന്ന് നമുക്കറിയില്ല. ഞാനത് സൂചിപ്പിച്ചത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ 73 വയസ്സിനകത്ത് ചെയ്തതിൻ്റെ എല്ലാം താക്കോൽ സ്ഥാനം എന്ന് പറയുന്നത് ഈ അവധൂത കാലഘട്ടത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. അവിടെ ആർജിച്ചെടുത്തിട്ടുള്ള അറിവ്, അവിടെ ആർജിച്ചെടുത്തിട്ടുള്ള അന്വേഷണങ്ങൾ, പഠനങ്ങൾ, അതെല്ലാമാണ് ഗുരുവിനെ ഈ പറയുന്ന നമുക്ക് ഇപ്പോഴും ഇതല്ലാതെ ഒരു ഗുരുവില്ല എന്ന് നമ്മളെ കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അവധൂത കാലത്തിൽ നമുക്കറിയാം, നമുക്കിവിടെ ഇരിക്കുന്നവർക്കൊക്കെ അത് കേട്ടിട്ടുള്ളതാണ്. കിടപ്പിടം നിഷേധിക്കാത്തടത്ത് കിടക്കും സ്നേഹമുള്ള, അവിടെ എല്ലാം ഈ പറയുന്ന ജാതി, അതുകൊണ്ടാണ് ഈ ജാതി ഭേദം എന്ന വാക്ക് വന്നത്, മതഭേദം എന്ന്. ഗുരുവിൻ്റെ യാത്രകൾ, കാൽപാദങ്ങൾ പതിയാത്ത ഇടങ്ങൾ കേരളത്തിലോ തെക്കൻ തിരുവിതാംകൂറിലോ ഇല്ല എന്നുള്ളത്. അത് സ്നേഹമുള്ള മുക്കുവ, അതങ്ങനെ തന്നെ പറയുന്നു. മുക്കുവക്കുടിലാണെങ്കിൽ അങ്ങനെ, ചെറുമരുടെ ചാളകളിലാണെങ്കിൽ അങ്ങനെ, മുസ്ലിം വീടുകളിൽ. അപ്പം എവിടെയാണെങ്കിലും കിട്ടാവുന്നിടത്തോളം, അത് ഇന്ന ഇടമെന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് ഇവിടുത്തെ മനുഷ്യരനുഭവിക്കുന്ന പ്രയാസം, യാതന, അവനനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്, അവനെ മാറ്റി നിർത്തുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ള കാരണം തേടിയുള്ള യാത്രയാണ്. അവിടെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ മറന്നെന്ന് വരും, അലസത വന്നെന്ന് വരും. മറ്റൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഒരാൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അന്ന് ഒരുപാട് പണ്ഡിതന്മാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും കണ്ടെത്താത്ത ഒരു മാർഗത്തിലൂടെ പുതിയൊരു വഴി വെട്ടിത്തെളിക്കാനുള്ള ഗുരുവിൻ്റെ യാത്ര അസാധ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമസ്കാരം.
അതുകൊണ്ട് ഗുരു അത്തരം തരംതിരിവുകളെ, വിഭാഗീയമായ അല്ലെങ്കിൽ മനുഷ്യനാൽ വേദനിക്കുന്ന അത്തരം സന്ദർഭങ്ങളെ എല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചത് രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, ഗുരു തൻ്റെ രക്തം കൊണ്ട് അറിഞ്ഞു എന്നുള്ള, മറ്റൊന്ന് ഗുരു തൻ്റെ ഹൃദയം കൊണ്ട് അറിഞ്ഞു എന്നുള്ള. അങ്ങനെ രക്തം കൊണ്ടും ഹൃദയം കൊണ്ടും ഗുരുവിന് അറിയാൻ കഴിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമ്മളടുത്ത് നിൽക്കുന്ന, നമ്മളടുത്ത് ആരാണുള്ളത്? നമ്മളെ വീട്ടിൽ നമ്മളടുത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അവിടെ നമ്മൾ അകലത്തിലാണ് ജീവിക്കുന്നത്. വീട്ടിനകത്തുള്ള അടുത്തിരിക്കുന്ന ആളിനോട് അകലത്തിൽ ജീവിക്കുകയാണ്. അവരെ നമുക്ക് ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? രക്തം കൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള ആളുകളെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം നോക്കൂ, അങ്ങനെ അപമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടി വരുന്ന, മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യന്റെ വികാരങ്ങളെ, വിചാരങ്ങളെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ആഴം എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മാത്രമേ അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് ഗുരുവിനടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. എത്തുമല്ലോന്നും നമുക്കറിയില്ല. ഞാൻ ആ അർത്ഥത്തിലാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഈ തലത്തിൽ നിന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ തലച്ചോറിൽ അപഗ്രഥിക്കപ്പെട്ട അപഗ്രഥനത്തിൻ്റെ ഒരു ഫലമുണ്ട്. കേരളത്തിലെമ്പാടും, അന്നത്തെ തിരുവിതാംകൂറിലും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ആകമാനം സഞ്ചരിക്കുമ്പോൾ ഗുരുവിൻ്റെ തലച്ചോറിൽ നിന്ന് പുറത്തു വന്ന ഒരു വലിയ ആശയത്തിൻ്റെ പേരാണ് മനുഷ്യത്വം. അതാണ് കാര്യം. മനുഷ്യത്വം എന്നൊരാശയം രൂപപ്പെടുന്നത് ഈ യാത്രയിൽ നിന്ന് കിട്ടിയ, അനുഭവത്തിൽ നിന്ന് കിട്ടിയ, അവധൂത കാലത്തിൽ നിന്ന് കിട്ടിയ വലിയ ഒരു ആശയമാണ്. ആ ആശയം തൻ്റെ താത്വിക മുദ്രാവാക്യമായി മാറുന്നു. ഗുരുവിൻ്റെ തത്വം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. അതിലേക്ക് എത്താനുള്ള വഴി സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ രണ്ട് കാര്യങ്ങളാണ് യഥാർത്ഥം. എന്താണ് ഗുരുവിൻ്റെ തത്വം? മനുഷ്യത്വം. അതിലേക്കുള്ള വഴി എന്താണ്? സരണി എന്താണ്? മനുഷ്യ സ്നേഹമാണ്. ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മം. ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യത്വവും ആ മനുഷ്യത്വത്തിലേക്ക് എത്താനുള്ള മനുഷ്യ സ്നേഹവുമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഇന്നും നമ്മൾ ഈ ആശയത്തെ ഹൃദിസ്ഥമാക്കാനോ മനസ്സിലാക്കാനോ നിലനിർത്താനോ പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ തലങ്ങളിലേക്ക് എത്താതെ വഴിമാറിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മളെ പുസ്തകങ്ങളിലും ഇപ്പോൾ വളരെ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിനെ, ഗുരുവിൻ്റെ കൃതികളെയൊക്കെ വളരെ സമർത്ഥമായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും അതിൻ്റെ മറ്റൊരു തരത്തിലേക്കുള്ള പ്രചരണങ്ങൾ നടക്കും. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, ആ ധർമ്മം എന്ന വാക്ക് വളരെ പ്രധാനമാണ്. ആ ധർമ്മം നമ്മളിപ്പോഴും പലപ്പോഴും ഇപ്പം സനാതന ധർമ്മം, ഇപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ സനാതന ധർമ്മം എന്ന തരത്തിലേക്ക് പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സനാതന ധർമ്മത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ പറയുന്ന സനാതന ധർമ്മം എന്ന പ്രയോഗം എന്നു മുതലാണ് കണ്ടെത്തിയെന്നുള്ളതൊന്നും വ്യക്തമൊന്നുമല്ല. പൊതുവേ നമ്മൾ പറയപ്പെടുന്നത് ഉപനിഷത്തുക്കളിലും ബൗദ്ധ ജൈന ഗ്രന്ഥങ്ങളിൽ അത് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ധർമ്മം വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്താണ് ധർമ്മം? എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ജീവിത വൃത്തിയോടുള്ള സമീപനമാണ്. എനിക്ക് എൻ്റെ ജീവിത വൃത്തിയോടുള്ള സമീപനമായിരിക്കണം എൻ്റെ ധർമ്മം. എൻ്റെ പ്രവർത്തനങ്ങളോടുള്ള സമീപനമായിരിക്കണം എൻ്റെ ധർമ്മം. അതുകൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് വ്യക്തിയെയും സമൂഹത്തെയും നിലനിർത്തുന്ന പ്രവർത്തനം ഏതാണോ അതാണ് ധർമ്മം. വ്യക്തിയെയും, ഇത് ഗുരു നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു കേട്ടോ, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. വ്യക്തിയെയും സമൂഹത്തെയും തകർക്കുന്നത് ഏതാണോ അത് അധർമ്മം. അപ്പൊ ധർമ്മത്തെയും അധർമ്മത്തെയും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നശീകരണക്ഷമതയുള്ളത് എന്താണ്, ഏതാണോ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഗുരു അത് കൃത്യമായി ഉപേക്ഷിച്ചിരുന്നു. നശീകരണം, മനുഷ്യന്റെ നന്മയെ നശീകരിക്കാനുള്ള എല്ലാത്തിനെയും ഉപേക്ഷിച്ചിരുന്നു. ഞങ്ങൾ പറയുന്നത് എടുക്കാൻ പറ്റുന്നതിനെ എടുക്കുക, കളയേണ്ടതിനെ കളയുക, അത് കൃത്യമായി ഗുരു പാലിച്ചിരുന്നു എന്നുള്ളത്. അപ്പം ആ അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് സഹായിക്കുന്നവയെ ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. അത് നമുക്കൊരു പാഠമായിരിക്കണം, എപ്പോഴും സഹായിക്കാം. അപ്പോൾ അതിന് നല്ല തിരിച്ചറിവ് വേണം കേട്ടോ, അല്ലെങ്കിൽ അത് കിട്ടണമെന്നില്ല. നല്ല ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ എന്തിനെയാണ് നമുക്ക് ഉൾക്കൊള്ളേണ്ടത്, എന്തിനെയാണ് നമ്മൾ നിരാകരിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇത് അതിൻ്റെ ഈ മറ്റ് തലങ്ങളിലുള്ള കാര്യങ്ങൾ ഞാനിവിടെ പൂർണ്ണമായും, കാരണം സമയം ഒരു പ്രശ്നമാണ്, സൂചിപ്പിക്കാൻ ആഗ്രഹിക്കില്ല. എങ്കിലും ശാശ്വതമായ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാൻ ബുദ്ധൻ പോലും തയ്യാറായില്ല എന്നുള്ളത് സ്ഥായിയായൊരു സംഗതി. അത് എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാനുള്ള പരിശ്രമം മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ. അതുകൊണ്ട്
നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ധർമ്മനിഷ്ഠ എന്ന് പറയുന്നത് ഒരു ശുചീകരണ പ്രക്രിയയാണ്. ധർമ്മനിഷ്ഠ എന്ന് നമ്മളതിനെ അർത്ഥവത്താക്കേണ്ടത് അതൊരു ശുചീകരണ പ്രക്രിയയാണ്. പക്ഷെ പിന്നീട് അത് മാറുന്നു. ധർമ്മത്തെക്കുറിച്ചുള്ള ഈ സങ്കല്പങ്ങളൊക്കെ മാറുന്നു. എങ്ങനെ മാറുന്നത്? അത് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ആശയത്തിലൂടെയാണ്. ആ സംഗതി നമ്മൾ മനസ്സിലാക്കണം. വർണ്ണാശ്രമധർമ്മത്തോട് ഗുരു യോജിപ്പുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗുരു ഇടപെട്ട മേഖലകളും ഗുരുവിൻ്റെ ഇടപെടലുകളെല്ലാം നമ്മൾ നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് അതിന് വരുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന് ചാതുർവർണ്ണ്യ സംഗതി, രണ്ട് ആശ്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ആശ്രമങ്ങൾ, അത് സംബന്ധിച്ചിട്ടുള്ള ആശയങ്ങൾ, അതെല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിലൊന്ന് ചാതുർവർണ്ണ്യ വ്യവസ്ഥയിലെ 4 വർണ്ണങ്ങൾ. അതിൽ 3 കുറിച്ച് പറയും. ബ്രാഹ്മണർ, നമുക്കറിയാം, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറയുന്നത് നമ്മൾ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ സൂചിപ്പിക്കുന്ന സംഗതിയാണ്. ബ്രാഹ്മണസ്യ മുഖമാസിത് ബാഹുരാജന്യകൃത ഊരദസ്യ യഥൈശ്യ പത്ഭാഗത് ശൂദ്രോ അജായത് എന്ന് പറയുന്നു. അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ഉണ്ടായി എന്നാണോ? അങ്ങനെയല്ല. മുഖം ബ്രാഹ്മണമാകുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. സംസ്കൃതത്തിലാണ്. നമ്മളെ ഇവിടെ മലയാള ഭാഷയിൽ നമ്മളൊരു സംഗതി എഴുതുമ്പോൾ അതിലുണ്ടാകുന്ന വാക്ക് സംസ്കൃതത്തിലുണ്ടോ എന്നാണ് പണ്ഡിതന്മാർ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ അത് അംഗീകരിക്കാത്തൊരു തല ഇവിടെയുണ്ട്. അവിടെയാണ് ഗുരു പച്ച മലയാളത്തിലും കൃതി എഴുതിയിട്ടുള്ളത്. സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്, അല്ലെ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, പച്ച മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, തമിഴിൽ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ബോധപൂർവമാണ്. ഗുരുവിൻ്റെ ഇടപെടലുകളെല്ലാം വളരെ കൃത്യമായ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ 3 വർണ്ണങ്ങൾക്ക്, ആദ്യത്തെ 3 വർണ്ണങ്ങൾക്ക്, ഏതാണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ആ പറയുന്ന 3 വർണ്ണങ്ങൾക്കും ജീവിതഘട്ടങ്ങളുണ്ടായിരുന്നു. അതാണ് നമ്മൾ ബ്രഹ്മചര്യ, ഗാർഹസ്ഥ്യ, വാനപ്രസ്ഥ, സന്യാസം എന്ന് പറയും. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ധർമ്മം എന്ന പേരിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ. ഏതൊക്കെയാണ്? ചാതുർവർണ്ണ്യത്തെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതഘട്ടങ്ങളെയും കൂടെ ചേർത്തുകൊണ്ടാണ് ധർമ്മം പറയുന്നതെങ്കിൽ ആ ധർമ്മം ഗുരു സ്വീകരിച്ചിരുന്നു എന്നുകൂടെ നമ്മൾ നിരീക്ഷിക്കേണ്ടതാണെന്നുള്ളതാണ് ഈ സദസ്സിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് വർണ്ണാശ്രമധർമ്മം ഒരു പ്രധാന സംഗതിയാണ് നമ്മൾ കാണേണ്ടതുണ്ട്. വർണ്ണാശ്രമധർമ്മത്തിൽ പ്രധാനമായും വരുന്നത് അനുഷ്ഠാനപരവും തൊഴിൽപരവുമാണ്. അവിടെ വിശദീകരിക്കുന്നതെല്ലാം അനുഷ്ഠാനങ്ങളും തൊഴിൽപരമാണ്. അതിലൊന്ന് ഞാൻ പറയാം. ഓരോ വർണ്ണത്തിലും ഇപ്പം നമ്മൾ ആദ്യത്തെ വർണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏതാണ് ആദ്യത്തെ വർണ്ണം? ബ്രാഹ്മണൻ എന്ന വർണ്ണം. അതിൽ ബ്രഹ്മചാരികൾ അതത് വർണ്ണങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനം തേടുക, അതിൽ തൊഴിൽ പരിശീലനം നടത്തുക എന്നുള്ളത്. അവർക്ക് ലൈംഗിക ബന്ധങ്ങളോ വിവാഹ ബന്ധങ്ങളോ പാടില്ല എന്നാണ്. പക്ഷേ രണ്ടാമത്തവർക്ക് ഇത് രണ്ടും വരും, ഗൃഹസ്ഥർക്ക്. പിന്നെ വാനപ്രസ്ഥത്തിൽ വരുന്ന എന്താണ്? ഗൃഹസ്ഥ ജീവിതത്തിലും പൊതുജീവിതത്തിലും നിന്ന് വിടുക. പക്ഷെ അവർ തിരിച്ചെന്താണ്? രാജപദവിയിലൊന്നും വരാൻ പാടില്ല. ഈ 3 കൂട്ടരെയും സേവിക്കുക എന്നുള്ളൊരു പണിയാണ് ആരുടെ ജോലി? ശൂദ്രരുടെ പണി. നോക്കൂ, ഇതാണ് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ. അപ്പം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സനാതനം എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ എല്ലാം നമ്മൾ ഗുരുവിൻ്റെ ഗുരുധർമ്മവുമായി നമുക്ക് ഒന്ന് താരതമ്യം ചെയ്യാം. ഞാൻ വാക്ക് ശ്രദ്ധിച്ചുപയോഗിച്ചതാണ്. ഗുരുവിൻ്റെ ധർമ്മവും ഇതും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് മാത്രം. അതുകൊണ്ട് എല്ലാ വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും 2 വിധത്തിലുള്ള ധർമ്മങ്ങളാണുള്ളത്. അത് ഒന്ന് നിത്യമാണ്, 2 നൈമിത്തികം എന്ന് പറയും. നിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സന്ധ്യാനാമം എല്ലാ ദിവസവും നമ്മൾ വിളക്ക് കത്തിക്കും. നാമം ചൊല്ലുക, അത് എല്ലാ ദിവസവും ഉണ്ട്. അത് ഈ 2നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. രണ്ടാമത് നൈമിത്തികം, അത് എല്ലാ ദിവസവും അല്ല, വിശേഷമുള്ള ദിവസങ്ങൾ മാത്രം. വിവാഹം പോലുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പൂജ പോലുള്ള ദിവസങ്ങൾ, അത്തരം സംഗതികളാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് നമ്മൾ അതിനെ. അതുകൊണ്ട് ഇത്തരം ധർമ്മങ്ങളൊന്നും സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന സനാതന ധർമ്മങ്ങളാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ ശൂദ്രർ അതിൽ പെടില്ല, ചണ്ടാലർ പെടില്ല, കിരാതർ പെടില്ല, നിഷാദർ പെടില്ല, അവരൊന്നും പെടില്ല. അവിടെ നമ്മളിപ്പോൾ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ ഭയമാണ്. ഭയം ഉണ്ടായിരുന്ന കാലത്താണ് ഗുരു ഈ വാക്കുകളെല്ലാം ഉപയോഗിച്ചത്. മതം എന്ന വാക്ക് ഉപയോഗിച്ചു, ജാതി എന്ന വാക്ക് ഉപയോഗിച്ചു, ജാതി ലക്ഷണം എന്ന് കൃതി എഴുതി. ഇന്ന് ജാതി ലക്ഷണം എന്നൊരു കൃതി എഴുതുകയാണെങ്കിൽ വീണ്ടും ചോദ്യം വരും. കാലം അതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജാതി എന്നൊരു വാക്ക് പറഞ്ഞാൽ ജാതി പറഞ്ഞു എന്ന് പറയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലം. അപ്പം നോക്കൂ, അവിടെയാണ് ഗുരു അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും ഈ പാണ്ഡിത്യം കൊണ്ടും എങ്ങനെയാണ് കാര്യങ്ങളെ സമീപിക്കേണ്ടതെന്ന് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നത്. എന്നിട്ട് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതാണ് വിഷയം. നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഭൂരിഭാഗം വരുന്ന ആളുകളെ ബാധിക്കാത്ത ഒരു ധർമ്മം അത് സനാതന ധർമ്മമാണ്. ഭൂരിഭാഗം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട്
അല്ലെങ്കിൽ അവർ ഏത് കാരണത്താലും മാറ്റി നിർത്തപ്പെടുമ്പോൾ അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു സംഗതിയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ ആചാരത്തിൻ്റെ ഒരു വിഭാഗത്തിന് ആചാരവും ബഹുഭൂരിപക്ഷത്തിനും അത് അനാചാരവുമായി മാറുന്നു. അപ്പോൾ അത്തരം സംഗതികളെ ഗുരു എങ്ങനെ സമീപിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്നവർക്ക് അതിനെ അറിയാമെന്നുള്ളൂ. ഞാനത് സൂചിപ്പിക്കാം. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് വരുന്ന രണ്ട് സംഗതികൾ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയിൽ എന്താണ് ഈ യുദ്ധത്തിനിടയിൽ കൃഷ്ണനും പിന്നെ അർജുനനും തമ്മിലുള്ള സംഭാഷണം നമുക്കറിയാം. അവിടെ വരുന്നൊരു ചോദ്യമുണ്ട്, ഈ ബന്ധുമിത്രാദികളെല്ലാം കൊന്നിട്ട് എന്ത് നേട്ടമാണ് കൃഷ്ണ എന്ന് ചോദിക്കുന്നതോടുകൂടി അവിടെ പ്രശ്നമാണ്. അവിടെ ഗുരു ഇത് മാറ്റിവെച്ചു. ഭഗവത്ഗീത ഗുരു മാറ്റിവെച്ചു, രാമായണം മാറ്റിവെച്ചു. വായിച്ചിട്ടില്ലെന്നല്ല, രാമായണം ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർത്തു എന്നാണ്. പക്ഷെ അത് മാറ്റിവെക്കേണ്ടത് അത് വേണ്ടതാണോ ഇല്ലയോ എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. നമ്മളിപ്പോഴും രാമായണ മാസം ആചരണം വളരെ കൃത്യമായി, അത് ആചരിച്ചില്ലെങ്കിൽ എന്തോ കുഴപ്പമെന്നുള്ള തരത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക. അതെന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനകത്ത് പറയുന്നത് കുലധർമ്മത്തെക്കുറിച്ചാണ്. കുലധർമ്മത്തെക്കുറിച്ചാണ്, വെറും ധർമ്മമല്ല. കുലധർമ്മമാണ് അവിടെ സനാതനമായി നിൽക്കുന്നത്. എപ്പോഴും സ്ഥായിയായി നിൽക്കുന്നത് കുലധർമ്മമാണ്. അങ്ങനെയാണെങ്കിൽ അർജുനന്റെ ചോദ്യം ഇതാണ്, അധർമ്മം വളർന്നാൽ കുലസ്ത്രീകൾ ദുഷിക്കപ്പെടും, ദുഷ്ടന്മാർ വളരും എന്നൊക്കെ പറയുന്ന തർക്കങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം കൃഷ്ണൻ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കണ്ടെത്തുന്നത് നമുക്കറിയാം. ന്യായ, വൈശേഷിക, സാഖ്യ, പൂർവമീമാംസ, ഉത്തരമീമാംസ എന്നൊക്കെ പറയുന്ന ഷഡ്ദർശനങ്ങളുണ്ട്. നമുക്കറിയാം ഷഡ്ദർശനങ്ങൾ തന്നെ 3 തരത്തിൽ പറയുന്നു. ബൗദ്ധ സാഹിത്യത്തെയും ജൈന സാഹിത്യത്തെയും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഷഡ്ദർശനങ്ങളും അല്ലാതെയും 3 ഒരു ഷഡ്ദർശനമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആ ഷഡ്ദർശനങ്ങളിലെ ന്യായയും യോഗയും കൂട്ടിച്ചേർത്തുകൊണ്ട്, സാഖ്യയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട്, ബ്രഹ്മസിദ്ധാന്തത്തെയും ജ്യോതിഷത്തിൽ അടക്കം വരുന്ന ബ്രഹ്മസിദ്ധാന്തത്തെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അതിനെ മറുപടി പറയുന്നത് നിഷ്കാമ കർമ്മ എന്ന് വാക്കുപയോഗിച്ചു. ഫലം പ്രതീക്ഷിക്കരുത് എന്ന വാക്കുപയോഗിക്കുന്നത്. എന്താ കാര്യം? കൊല്ലേണ്ടി വന്നാൽ കൊല്ലണം, കൊല്ലേണ്ടി വന്നാൽ കൊല്ലണം. അവിടെ നമ്മൾ കാണേണ്ടത് ഗുരുവിൻ്റെ ദർശനം എന്താണ്? മനുഷ്യത്വവും അതിലേക്കുള്ള മനുഷ്യ സ്നേഹമാണ് ഗുരുവിൻ്റെ. അതെല്ലാ കാലത്തും നിലനിർത്തണമെന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ സനാതനമായി ഈ 2 ആശയങ്ങളും നിലനിൽക്കണം. അവിടെ ഈ പറയുന്ന ഭഗവത്ഗീതയുടെ ആശയം പൊരുത്തപ്പെടുമോ എന്ന് നമ്മൾ ആവർത്തിച്ച് ആലോചിക്കുക, ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് അതിനകത്ത് സൂചിപ്പിക്കാനുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. വധിക്കേണ്ടി വന്നാൽ വധിക്കണം. അവിടെ നിലനിൽക്കേണ്ടത് വർണ്ണശുദ്ധിയും സ്വധർമ്മവും നിലനിന്നാൽ മതി. സ്വധർമ്മം, ആ സ്വധർമ്മം എന്ന് പറയുന്നത് കുലധർമ്മമാണ് എന്നാണ്. അതാണ് ഉപദേശം, ഗീതോപദേശം. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഇവിടെ പലപ്പോഴും പലയിടത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഗീത പോലെയാണ് കേട്ടോ, ഗീതോപദേശം പോലെയാണ് ആത്മോപദേശ ശതകം. ഒരിക്കലും ആണോ? അതങ്ങനെയാണോ? ഗീതോപദേശം പോലെയാണ് ആത്മോപദേശ ശതകമാണെങ്കിൽ വളരെ അപകടമാണ് എന്നുള്ളതാണ്. ശരി അല്ലേ? അപരന്റെ സുഖമാണ് പറയുന്നത്, അപരസുഖം, അപരബോധം. ആ അപരബോധത്തിൽ അപ്പുറത്തിരിക്കുന്ന ആളിനെ, ഇപ്പൊ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അപ്പുറത്തിരിക്കുന്ന ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവണം. ആ അർത്ഥത്തിൽ അതെ ഞാൻ പറഞ്ഞു വന്നത് ആ തരത്തിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞതുപോലെ സഹോദരൻ, ഗുരു അവിടെ ഉപയോഗിച്ച വാക്ക് സഹോദരൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. സോദരത്വേന എന്ന് പറയുന്ന ഒരു വലിയ ആശയമാണ്. ഈ പറയുന്ന കുലധർമ്മത്തെയും വർണ്ണാശ്രമധർമ്മത്തെയൊക്കെ റദ്ദ് ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഗുരു അത് കൃത്യമായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് എത്ര മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതാണ് സംഗതി. അതുകൊണ്ട് ഒരു അപരബോധം, ആ അപരബോധം അർത്ഥം വരുന്നത് ഇപ്പൊ നമ്മൾ പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്, അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ പിന്നെ എന്താണ് തത്ത് ഏകം, തത്വമസി എന്നൊക്കെ പറയുന്നത്. ഞാനും നീ ഒന്നാണെന്ന് പറഞ്ഞാൽ പോരാ, അത് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ അതിന് വിപരീതമായ ഒരു സംഗതി. പക്ഷെ ഗുരു അതല്ല പറയുന്നത്. അപരബോധം, അപ്പുറത്തിരിക്കുന്ന ആളിനെ എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റണം. അവിടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഈ പ്രശ്നമുണ്ട് കേട്ടോ. അവിടെ ഈ ഭാര്യാഭർത്തൃ ഈ 2 വാക്കുകളൊക്കെ ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു. ഭാര്യ എന്ന വാക്കും ഭർത്താവ് എന്ന വാക്കും. അപ്പൊ അവിടെ അദ്വൈതം സംഭവിക്കില്ല, അവിടെ ഭരണം മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോഴും ആ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയാം. കുടുംബശ്രീ സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് പുരോഗമനപരമായ ആശയങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്ത്രീ സ്വാതന്ത്ര്യം ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ള പ്രശ്നമുണ്ട്. അത് ഈ പറയുന്ന ഈ 4 ചുവരിനുള്ളിലുള്ള ഒരു അധികാര ശ്രേണിയിലാണ്. ആ വീടിനകത്ത് ജനാധിപത്യം ഇല്ല എന്നുള്ളത് ഗുരു ഒരുപാട് സന്ദേശം തരുന്നുണ്ട് ഇതിനകത്തൂടെ.
ഒരു ഉയർന്ന ജനാധിപത്യ ബോധം ഈ അദ്വൈത ഭാവത്തിൽ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഗുരു. നമ്മളത് അത്ര മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ധർമ്മം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള, കരുണയിൽ അധിഷ്ഠിതമായിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ധർമ്മമായിരുന്നോ നേരത്തെ നിലനിന്നിരുന്നതും ഒരുപക്ഷെ അതിനെ ഒരു വലിയ ഭൂരിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രചരിപ്പിക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. 2, ഭരണഘടന. ഭരണഘടനയിലെ സമത്വം, സ്വാതന്ത്ര്യം. നമുക്കറിയാം, സ്വാമി ധർമ്മതീർത്ഥയെ നമുക്കറിയാം. സ്വാമി ധർമ്മതീർത്ഥ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ചെമ്പഴന്തി ഉണ്ടാവില്ലായിരുന്നു. അതാണ് എൻ്റെ കാര്യം. അവിടെ അതിന് ഇപ്പം കാണുന്ന ഒരു ചിട്ടവട്ടങ്ങൾക്കെല്ലാം അടിത്തറ മനസ്സുകൊണ്ട് ഗുരുവിനോടുള്ള എല്ലാ ആദരവും ഗുരു അവിടെ സ്വാമി ധർമ്മതീർത്ഥ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടുന്ന് പോവേണ്ടി വന്നിട്ടുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ. ഗുരുവിൻ്റെ ദർശനങ്ങളെ സ്വാംശീകരിക്കാത്തൊരു മനസ്സ് ഇവിടുന്ന് അവർക്ക് പോവേണ്ടി വന്നു. പിന്നീട് ചെന്നെത്തുന്നത് BR അംബേദ്കറുമായി പരിചയപ്പെടുന്നുണ്ട് സ്വാമി ധർമ്മതീർത്ഥ പോകുന്ന വഴിക്ക്. അങ്ങനെ വരുമ്പോൾ അവിടെ വെച്ച് ആ പരിചയപ്പെടലാണ് പിന്നീട് ഭരണഘടനയിൽ മതനിരപേക്ഷത, മതേതരത്വം എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിൻ്റെ ആശയം മതനിരപേക്ഷത, അങ്ങനെ ഒരു ആശയം. അതുകൊണ്ട് ഭരണഘടന നമുക്ക് ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഗുരുവിൻ്റെ ദർശനം ഭരണഘടനയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട് എന്നുള്ളത്. അതിന് നമ്മൾ ആഴത്തിൽ നമ്മൾ പഠിക്കുമ്പോഴും എടുക്കുക. അതുകൊണ്ട് സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യത്വവും എന്ന് പറയുന്ന ആശയത്തെയും ഈ കുലധർമ്മം അംഗീകരിക്കില്ല, അല്ലെങ്കിൽ വർണ്ണാശ്രമ ധർമ്മത്തിന് ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല, നിരാകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അവിടെ വരുന്നൊരു പ്രശ്നം, ഗുരുവിൻ്റെ ചിന്തകളിലെല്ലാം ഒരു സാമൂഹ്യ നീതി ഉണ്ടായിരുന്നു. ആ സാമൂഹ്യ നീതിയെ ഉറപ്പിക്കുന്നതാണ് നമ്മളെ ഭരണഘടന പോലും. പക്ഷെ അത് ഉറപ്പിക്കാത്തൊരു കുലധർമ്മം ഉണ്ടെങ്കിൽ നമ്മളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു വന്നത്, അതിൽ ഈ പറയുന്ന ധർമ്മം എന്നത് വർണ്ണധർമ്മം, അത് പിന്നീട് അതിനെ നമ്മൾ ഈ പറയുന്ന ധർമ്മത്തെ തന്നെ 5ആയിട്ട് പിരിക്കുന്നു. അത് വർണ്ണധർമ്മമെന്നും ആശ്രമധർമ്മമെന്നും വർണ്ണാശ്രമധർമ്മമെന്നും നൈമിത്തിക ധർമ്മമെന്നും ഈ പറയുന്ന ഗുണധർമ്മം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുസ്മൃതിയുടെ വ്യാഖ്യാതാവ് പറയുന്നു, അതെല്ലാം പറയുന്നു. അപ്പോൾ അവിടെ വരുന്നത് ആചാരപരമായ ഒരു പരമമായ ധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായ, ഇപ്പോൾ ശ്രുതി, സ്മൃതി എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങൾ, കേട്ടറിവിൽ നിന്നും ഓർമ്മയിൽ നിന്നൊക്കെ, പറഞ്ഞു കേട്ടറിവിൽ നിന്നൊക്കെ, മനുസ്മൃതി അതിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഈ ഗുരുവിൻ്റെ സനാതന സംഗതികളിലൊന്ന് എത്തണമെന്നുള്ളതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാതുർവർണ്ണ്യം എന്നാണ് അർത്ഥമെങ്കിൽ അത് നമ്മൾ ഗുരുവിൻ്റെ ധർമ്മവുമായി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എത്ര അളവ് യോജിക്കാൻ പറ്റില്ല. ഗുരു അതിനെ നിരാകരിച്ചു എന്നുള്ളതാണ് സത്യം. സാഹോദര്യത്വത്തെയും സമത്വത്തെയും വർണ്ണാശ്രമധർമ്മം നിരാകരിക്കുന്നുവെങ്കിൽ അവിടെ ഗുരുധർമ്മം ഈ വർണ്ണാശ്രമധർമ്മത്തോട് യോജിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അരുവിപ്പുറത്തെ പ്രതിഷ്ഠ. സാധാരണ വരുന്നത് പ്രതിഷ്ഠ നടത്തുമ്പോൾ ക്ഷേത്രം ഉണ്ടായതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പ്രതിഷ്ഠ നടക്കുക. ഇത് നേരെ തിരിച്ചാണ്. ആദ്യം അത് വളരെ കൃത്യമായിട്ട് ഒരു പാറപ്പുറത്ത് മറ്റൊരു പാറ, അതിന് രൂപമൊന്നുമില്ലായിരുന്നു. അവിടെ പിന്നീട് ചോദിച്ചപ്പോഴാണ് ശിവന്റെ കാര്യം പറയുന്നത്. ശിവൻ നമ്മുടെ ശിവനെന്നോ ഈഴവ ശിവനെന്നോ, ഈഴവനെന്ന് പറയുന്നത് അതിനെ നമുക്കൊരു സമുദായമായിട്ടുണ്ട്. ഗുരു കണ്ടിരുന്നത് സമുദായം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീനാരായണ മതം എന്നൊരു പുസ്തകമുണ്ട്, സ്വാമി ധർമ്മതീർത്ഥ എഴുതിയ, ബോധാനന്ദ സ്വാമികൾ പറഞ്ഞു കൊടുത്ത് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ശ്രീനാരായണ മതം. അങ്ങനെ ഒരു മതം വേണ്ട എന്നുള്ളത് ഗുരു തീരുമാനിക്കുന്നുണ്ട്. അത് മറ്റു മതങ്ങളോടൊപ്പം ആയിപ്പോവും, അതിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല തന്നെയാണ്. ഭാവിയിൽ അത് ഉണ്ടായിരിക്കും. ലോകത്തെ 12 മതങ്ങളിൽ 8 മതവും ഇന്ത്യയിലുണ്ട്. അപ്പോൾ വീണ്ടും ഒരു മതം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കാനേ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളത് ഗുരു മനസ്സിലാക്കിയിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിൽ ഈ പറയുന്ന സാഹോദര്യത്വത്തെയും സ്നേഹവും, ഇപ്പോൾ ഗുരുവിൻ്റെ സനാതന മൂല്യം എന്ന് പറയുന്നത് സാഹോദര്യത്വവും സ്നേഹവും തന്നെയാണ്. അത് ആ സനാതന മൂല്യമാണ് എക്കാലത്ത് നമുക്ക്. പക്ഷെ അത് സംഭവിക്കണം, അത് വീട്ടിൽ സംഭവിക്കണം, പൊതുസമൂഹത്തിൽ സംഭവിക്കണം, നമ്മൾ ഇടപെടുന്ന പൊതു ഇടങ്ങളിലെല്ലാം ഈ സാഹോദര്യത്വവും സ്നേഹവും സംഭവിക്കണമെന്നാണ് ഗുരു ആഗ്രഹിച്ചത്. അതിനാണ് മൂല്യമുള്ളത്. ആ മൂല്യമാണ് ഗുരുവിൻ്റെ സനാതന മൂല്യം എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്കിപ്പോൾ പൊതുവേ നമ്മൾ പറയും, സാഹോദര്യത്വത്തിന് നമ്മൾ പറയുന്നത് മുഹമ്മദിൻ്റെ മതം എന്ന് പറയും, സ്നേഹത്തിന് നമ്മൾ ക്രിസ്തുവിൻ്റെ മതം പറയും. ഇത് നമ്മൾ സാഹോദര്യം, സ്നേഹത്തെ നമ്മളത് പറയാറുണ്ട് എപ്പോഴും. അത് രണ്ടിനെയും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ഇത് രണ്ടും തുല്യ അളവിൽ കൊണ്ടുപോകണമെന്നാണ്. ഇത് ഒന്ന് കൂടിയിരിക്കുന്നെന്നോ ഒന്ന് കുറഞ്ഞിരിക്കുന്നെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കേവലമായ 2 വാക്കുകളായിട്ട് നമ്മളത് തോന്നുമെങ്കിലും ഇത് സംഭവിപ്പിച്ചെടുക്കുക എന്ന് പറയും. നമ്മൾ ചിരിക്കുമ്പോൾ തന്നെ അത് ഉള്ളിൽ നിന്നാണോ ചിരി വരുന്നത്? സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അത് ഉള്ളിൽ നിന്നാണോ വരുന്നത്?
നമ്മളത് വീട്ടിനകത്ത് നിന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ എത്ര അളവിലാണ് എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ള അറിയാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറയുന്ന ഗുരുവിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഈ യാത്രക്കിടയിലെല്ലാം എല്ലാവരെയും സ്നേഹിക്കുക, അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമ്മൾ സ്നേഹിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റുന്നത് സനാതന മൂല്യങ്ങൾ എപ്പോഴും തുല്യ പ്രാധാന്യമുള്ളവയാണ്. അവിടെ നമുക്ക് ഗുരുവിൻ്റെ സ്നേഹത്തെയും സാഹോദര്യത്വത്തെയും നമുക്ക് പരിഗണിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഹിന്ദുമതം എന്ന് പറയുന്നത് അതൊരു ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്നുള്ളതാണ് ഗുരു പറഞ്ഞത്. അത് സനാതന ധർമ്മമാണെങ്കിൽ ആ സനാതന ധർമ്മത്തെ ഗുരു നിരാകരിച്ചത് ഈ രണ്ട് വലിയ മഹത്തായ ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഗുരു ആ സനാതന ധർമ്മത്തെ നിരാകരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് അത് മനുഷ്യധർമ്മം എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമുക്കതിന് കാണേണ്ടി വരും എന്നുള്ളത്. രണ്ട്, നമുക്കിതിനോടൊപ്പം കാണേണ്ടത് ഗുരുവിനെ പലപ്പോഴും സന്യാസിയാണ് എന്ന് പലപ്പോഴും പറയുന്നുണ്ട്, സ്വാമി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മൾ ഗുരു, ഞാനും ഇടയ്ക്ക് എപ്പോഴും ഒരിക്കൽ ഒരു വാക്ക് സ്വാമി എന്ന് പറഞ്ഞു. ഗുരുവാണ്. ഗുരു എഴുതുമ്പോഴും നാരായണ ഗുരു എന്നാണ് ഗുരു എഴുതുന്നത് തന്നെ. നമ്മളവിടെ കാണേണ്ടത് ഈ ഗുരു തരുന്ന ഒരു സന്ദേശമുണ്ട്. നമുക്കത് ആലോചിക്കാൻ പറ്റുന്നു. ഒരാൾ സ്വമേധയാ വരിക്കുന്ന ഒരു ജീവിത രീതിയുണ്ട്, ജീവിത വൃത്തിയുണ്ട്. അതിനെ വേണമെങ്കിൽ സന്യാസം എന്ന് പറയും. അപ്പം നമുക്കൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം വലിയ ബോണ്ടിനകത്താണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്. നമ്മൾ പറയുമല്ലോ, ജനിക്കുന്ന കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത് എംറ്റി സ്ലേറ്റാണ്, അല്ലെങ്കിൽ ഒഴിഞ്ഞ ഒരു പാത്രം, ഒരു പ്ലേറ്റ് പോലെയാണ്, പിന്നീട് എല്ലാം എഴുതി ചേർക്കുന്നതാണെന്നൊരു വാദവും, മറിച്ച് ഇതൊക്കെ ജന്മനാൽ തന്നെ ഉണ്ട് എന്നൊരു വാദവും ഒക്കെ തത്വചിന്തകരുടെ ഇടയിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഒരാൾ സ്വമേധയാ വരിക്കുന്ന ജീവിത രീതി ഈ സമൂഹത്തിൽ സംഭവിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചരിത്രത്തിൻ്റെ പിൻബലത്തിലാണ് ഒരാൾ, ഈ വ്യക്തിയും ഇതിൻ്റെ പ്രതിഭയും കൂടെ ഒരുമിച്ച് കുത്തൊഴുക്കി വലിയ മഹാനായി മാറുന്നുവെങ്കിൽ അതിൻ്റെ പുറകിലൊരു ചരിത്രം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ ചരിത്രത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് സ്വമേധയാ ഒരാൾ എങ്ങനെയായി മാറുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഗുരുവിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു മെലിഞ്ഞ യുവാവായി നമുക്ക് പറയാം. ഒരു മെലിഞ്ഞ ശരീരമാണ്, ഒരു ചട്ടക്കൂടാണ്. പലരും പല പുസ്തകത്തിലും പറയുന്നത് ചുവന്ന നിറമാണെന്നൊക്കെ പറഞ്ഞ് ഗുരുവിൻ്റെ നിറത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രണ്ട് വസ്ത്രമാണ് ഉണ്ടായിരുന്നത്, വെളുത്ത ഒരു മുണ്ടും ഒരു തോർത്തുമാണ്. ഇത് മാറി ഉടുക്കലാണ്. താടിയുണ്ട്, ശിരസ് മുണ്ടനം ചെയ്തിട്ടില്ല. സന്യാസിമാരുടെ ഭാവം എന്താണ്? ശിരസ് മുണ്ടനം ചെയ്ത് താടിയൊക്കെ എടുത്ത് പൂർവാശ്രമം. ഞാനിടയ്ക്ക് ശിവഗിരിയിൽ പോയപ്പോൾ ഒരാളിൻ്റെ പേര് ചോദിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ പേരേ പറയുള്ളൂ, പൂർവാശ്രമ പേര് പറയില്ല. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് അന്നത്തെ പേരും ഇന്നത്തെ പേരും എല്ലാം ഒറ്റ പേരേ ഉള്ളൂ. പക്ഷെ നമുക്ക് പുതുതായി രൂപപ്പെട്ട സന്യാസിമാർക്കെല്ലാം പക്ഷെ അവരൊക്കെ മാറിയിരിക്കുന്നു. അവരൊക്കെ സന്യാസിമാരാ നിൽക്കുകയാണ്. സന്യാസി എന്നുള്ളത് അവിടെ ഈ പറയുന്ന ജീവിതവൃത്തി, ഒരാൾ സ്വീകരിച്ച പാത മറ്റുള്ളവരും സ്വീകരിക്കണം. ഗുരു അങ്ങനെയല്ല നമ്മളെ പഠിപ്പിച്ചത്. അവരവരുടെ ശേഷി എങ്ങനെയാണോ വർദ്ധിപ്പിക്കാൻ പറ്റുന്നത് അതിനുതകുന്ന പാണ്ഡിത്യവും അറിവും സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സമൂഹത്തിൽ ഇടപെടാൻ പറ്റുന്ന വൈവിധ്യമുള്ള ആളുകളെയാണ് സൃഷ്ടിച്ചത്. അത് ശിഷ്യന്മാരെന്ന പട്ടികയിലും നമ്മൾ എഴുതി വെക്കുന്ന എല്ലാം ശിഷ്യന്മാരെന്നുള്ളതാണ്. ഗുരു ചിലപ്പോൾ അത് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരെല്ലാം ഓരോ ആളുകളാണ്, ഓരോ പ്രസ്ഥാനങ്ങളാണ്. ആ അർത്ഥത്തിലാണ് അതിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ അലക്ഷ്യമായി എവിടെ താമസിച്ചെന്നോ എവിടെ കിടക്കുന്ന വിശപ്പിൻ്റെ പ്രശ്നമൊന്നും ബാധിച്ചിരുന്നില്ല. ഞാനത് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നന്നായി തീരേണ്ട മനുഷ്യനെ കുറിച്ചാണ് ആലോചിച്ചത്. ഗുരു നമ്മൾ പറയുന്ന എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, എന്താണ്? മതമേതായാലും എന്നൊരു വാക്കാണ്. അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ചിലപ്പോഴെങ്കിലും ചിലരുടെ കൃതികളിലൊക്കെ ലേഖനങ്ങളിലൊക്കെ എഴുതുന്നത് മതമേതായാലും ... രണ്ടാമത് പറയുന്നതാണ് പ്രധാനം. മനുഷ്യൻ നന്നായാൽ മതി. ആ വാക്ക് നമ്മൾ രണ്ടാമതേ പറയുന്നുള്ളൂ. നന്നായി തീരേണ്ട മനുഷ്യനെ കുറിച്ചേ ഗുരു ചിന്തിച്ചുള്ളൂ. അപ്പം മതം അവിടെ ഒരു പ്രശ്നമല്ല. നന്നായി തീരേണ്ട മനുഷ്യനെ കുറിച്ചാണ് ഗുരു ചിന്തിച്ചത്. നമ്മളത് എത്ര അറിയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. അവിടെ ദൈവം എന്ന വാക്ക് പറയുന്നുണ്ട്. നമ്മളെ കൃതികളിലെല്ലാം ദൈവം എന്ന വാക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ആഴത്തിൽ അറിയുമ്പോൾ അത് അറിവ് എന്ന അർത്ഥമേ അതിനുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ദൈവം എന്ന വാക്ക്, ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതങ്ങ് ഞങ്ങളെ, ദൈവമേ എന്നാണ് വിളിക്കുന്നെങ്കിലും അവസാനം എത്തിച്ചേരുന്ന വാക്ക്, അവസാനത്തെ വാക്ക് എന്താണ്? സുഖം സുഖം സുഖം, സുഖമാണ്. മനുഷ്യൻ്റെ സുഖത്തെക്കുറിച്ച് മാത്രമേ പറയുന്നു. ഏത് കൃതി എടുത്തു നോക്കിയാലും അവിടെ ഒരു മനുഷ്യൻ്റെ സുഖം ഒരു പരമപ്രധാനമാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആളിൻ്റെ സുഖത്തെക്കുറിച്ചാണ് ഗുരു ആഗ്രഹിക്കുന്നത്. അദ്ദേഹം വിഷമിക്കാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് ഗുരു അവിടെ ലക്ഷ്യം വയ്ക്കുന്ന ഈ പറഞ്ഞ ക്ഷേത്രം, ക്ഷേത്രപ്രതിഷ്ഠ, ദൈവം എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളെല്ലാം അതെല്ലാം പ്രതീകങ്ങളായിരുന്നു ഗുരുവിനെ സംബന്ധിച്ച്.
ആയിരുന്നു എന്ന് ഞാനിവിടെ നിന്ന് പറയുമ്പോൾ ആയിരുന്നു എന്ന് പരിശോധിക്കേണ്ടത് ഞാനടക്കമുള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ ചേർന്ന് അന്വേഷിക്കേണ്ട ഒരു കാര്യം. ആ അർത്ഥത്തിൽ ഈ അന്വേഷണത്തിന് ഒരു ആദർശ തലം രൂപപ്പെടേണ്ടതുണ്ട് എന്ന് ഗുരു മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഗുരു മനസ്സിലാക്കിയത് തൻ്റെ 33 വർഷത്തെ ഈ അവധൂത കാലത്തിനകത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം, മനുഷ്യത്വ വിരുദ്ധമായൊരു ലോകം തനിക്ക് ചുറ്റുമുണ്ട് എന്ന് ഗുരു ആദ്യം മനസ്സിലാക്കി. അതിൽ നമ്മൾ എത്ര പേര് മനസ്സിലാക്കി എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കും. മനുഷ്യത്വ വിരുദ്ധമായ ഒരു ലോകം ഞാൻ നിൽക്കുന്നത് വളരെ പരമപ്രധാനമായ ചരിത്രപരമായ ഒരിടത്താണ് നിൽക്കുന്നത്. ഞാനത് അവസാനം പറയണമെന്ന് വിചാരിച്ചാണ്. അപ്പം എന്തായാലും തനിക്ക് ചുറ്റും, അത് ഗുരു സഞ്ചരിച്ച ഇടങ്ങളാണെങ്കിലും ഗുരു ഇരുന്ന സ്ഥലങ്ങളാണെങ്കിലും ഗുരു ഇടപെട്ട മേഖലകളാണെങ്കിലും അവിടെ ഇന്നും മനുഷ്യത്വ വിരുദ്ധമായൊരു ലോകം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കും. ഇതാദ്യം ഗുരു മനസ്സിലാക്കിയിരുന്നത് അവധൂത കാലത്ത് മനസ്സിലാക്കും. അപ്പോഴാണ് മനസ്സിലായി ഇതിനെ ചികിത്സിക്കുകയായിരുന്നു ഗുരു ശ്രമിച്ചത്. ഗുരുവിൻ്റെ ദൗത്യം അതായിരുന്നു. തനിക്ക് ചുറ്റും മനുഷ്യനാൽ അപമാനിക്കപ്പെടുന്നു, അതിൽ വേദനിച്ച ആളായിരുന്നു ഗുരു. അപമാനിക്കപ്പെടുന്ന മനുഷ്യൻ ഗുരുവിനെ സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അന്നുണ്ടായിരുന്ന സങ്കുചിതത്വം, വിഭാഗീയത, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയാണ് ഗുരുവിനെ ഈ പറയുന്ന 1928 വരെ നയിച്ചത് എന്നുള്ളതാണ് സത്യം. ആ അർത്ഥത്തിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാകുന്നത് ചരിത്രപരമായി സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ജീർണതയാണ്. അന്ന് വരെ ഉണ്ടായിട്ടുള്ള ചരിത്രം, കാരണം ഗുരു ജനിക്കുന്നതിന് മുമ്പും ചരിത്രമുണ്ട്. ഗുരുവിൻ്റെ ഓരോ കാലഘട്ടം കഴിയുന്തോറും ആ ചരിത്രം തുടരുകയാണ്. ആ ചരിത്രത്തിനകത്ത് നിന്നുകൊണ്ട് സംഭവിച്ചിട്ടുള്ള ജീർണതകളെ മനസ്സിലാക്കിയിട്ട് പുതിയത് പറയുമ്പോഴാണല്ലോ ഗുരു ആവുന്നത്. ആ ബോധ്യം ഗുരുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൂട്ടം മനുഷ്യർ അപമാനിക്കപ്പെടുന്നുവെങ്കിൽ അവരെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ഗുരുവിൻ്റെ പ്രത്യേകത. തന്നോടൊപ്പം ചേർത്ത് നിർത്തി. മനുഷ്യത്വ വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നവരെയും ചേർത്ത് നിർത്തി. അതത്ര എളുപ്പമല്ല. ഈ രണ്ടുപേരെയും ചേർത്ത് നിർത്തിയെന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ രണ്ടുപേരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ശിഷ്യരാക്കി എന്ന് പറയുന്ന ഒരു വലിയ മനസ്സ് ഈ ഗുരുവിൽ കാണാൻ പറ്റും നമുക്ക്. അതാണ് എൻ്റെ സംഗതി. അതുകൊണ്ട് മനുഷ്യനെ സ്നേഹമെന്ന വിഷയമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഗുരുവിൻ്റെ ഐഡിയോളജി അല്ലെങ്കിൽ ആദർശം എന്ന് പറയും. അവിടെ വരുന്നത് എന്താണ്? മനുഷ്യനെ സ്നേഹമാക്കി മാറ്റുക, ആദർശ മാനവികത രൂപപ്പെടുന്ന അവിടെയാണ്. നമ്മളിപ്പോൾ ആദർശം എന്ന വാക്കൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കൾ ആദർശവാൻ എന്ന് പറയും, ആദർശം എന്നൊക്കെ നമ്മൾ പറയുന്നു. അദ്ദേഹം വലിയ ആദർശവാൻ. നോക്കൂ, ഇവിടെയാണ് ആദർശം കിടക്കുന്നത്. മനുഷ്യനെ സ്നേഹമെന്ന വിഷയമാക്കി മാറ്റുന്ന ഒരു ആദർശം ഇപ്പം എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അത് നമ്മൾ തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയിലുണ്ടോ, അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടോ, പിന്നീടുണ്ടോ, ഇപ്പം സംഭവിക്കുന്നുണ്ടോ ചോദ്യമാണ്. അതുകൊണ്ട് ഗുരു തൻ്റെ ചിന്തയുടെ മുഖ്യസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് ആദർശ മാനവികതയാണ്. അപ്പം നമുക്ക് അരിപ്പുറത്തെ പ്രതിഷ്ഠയെ നമുക്ക് കാണാൻ പറ്റുന്നത് ആദർശ മാനവികതയാണ് പ്രതിഷ്ഠിച്ചത്. അവിടെ നോക്കൂ, നാല് ചുറ്റും വാതിലുണ്ട്. ഇപ്പോൾ ഒരു വാതിലേ തുറക്കുള്ളൂ, ബാക്കിയെല്ലാം പൂട്ടി വെച്ചിരിക്കുക. 4 വശവും ഒരുപോലെയാണ്, മുകളിൽ മകുടമില്ല, അല്ലേ? ഒരു പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് കെട്ടിടം രൂപപ്പെട്ടത്. അവിടെ ആ 4 വരി എഴുതി വെച്ചത് ഭാഗ്യം, അല്ലെങ്കിൽ അതും പ്രശ്നമായാണ്. അന്നത് എഴുതി വെച്ചത് വളരെ അർത്ഥവത്തായിട്ട്. ഗുരുവിനറിയാം എവിടെ എന്തൊക്കെ കൃത്യമായി ചെയ്യേണ്ടതുണ്ട്, അരക്കിട്ടുറപ്പിക്കേണ്ടതുണ്ടെന്നൊക്കെ നല്ല കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഗുരുവിന് തൻ്റെ തന്നെ ഒരു യുക്തി ഉണ്ടായിരുന്നു. ആ യുക്തിയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംഗതിയിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള സംഗതികളാണ്. ഞാനത് മാത്രമേ അതിനകത്ത് പറയുന്നു. അതുകൊണ്ട് ഗുരു പറഞ്ഞത് ചെന്നെത്തിയത് ഒരു ജാതിയെക്കുറിച്ച് പറഞ്ഞു. ഇത് ഞാൻ അവസാനിപ്പിക്കുമ്പോഴും അങ്ങനെ അവസാനിപ്പിക്കാനാണ് ഇഷ്ടം. ഒരു മതത്തെക്കുറിച്ചാണ് ഗുരു പറഞ്ഞത്, ഒരു ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതേത് ദൈവം എന്നുള്ള ഞാൻ അവസാനം പറയാം. അതുകൊണ്ട് നന്നായി തീരേണ്ട മനുഷ്യനായിരുന്നു ഗുരുവിൻ്റെ സ്വപ്നവും ലക്ഷ്യവും. അവിടെ നമ്മൾ പലപ്പോഴും ഗുരുവിന് അർത്ഥം പറയുമ്പോൾ ഗു എന്നും രു എന്നും പറഞ്ഞ് നമ്മൾ രണ്ടായി പിരിച്ചുകൊണ്ട് അർത്ഥം പറയും. ഇരുട്ടിനെ രോധിക്കുന്നവൻ, ഇരുട്ടിനെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം പരത്തുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് ജീർണതകളെ, മാനസികമായ പ്രശ്നങ്ങളെ, വൈകല്യങ്ങളെ, നൈരാശ്യങ്ങളെയൊക്കെ മുഴുവൻ മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമം. അവിടെ ഗുരു മനസ്സിലാക്കിയത് ഈ ജീർണതയുടെയും അല്ലെങ്കിൽ നൈരാശ്യത്തിൻ്റെയൊക്കെ ആകെ തുക എന്ന് പറയുന്നത് അടിമത്തമാണ്. അങ്ങനെ ഒരു അടിമത്തം, അതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ്? മനുഷ്യനാൽ അപമാനിക്കപ്പെടുന്നതിൽ വേദനിച്ചിരുന്ന മനുഷ്യൻ ആ അടിമത്തത്തെ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് അടിമത്തം ജനിപ്പിക്കുന്നത് ഗുരുവിന് കൃത്യമായി അറിയാം, സംഘടിത മതങ്ങളാണ്. സംഘടിത മതങ്ങളാണ് അതുണ്ടാകുന്നത്. ഇപ്പോൾ വാക്ക് ഉപയോഗിച്ചാൽ
ചോദ്യങ്ങൾ വരും ഒരുപാട് സ്ഥലത്ത് നിന്ന്. പക്ഷെ ഗുരു അന്നേ പറഞ്ഞു വച്ചിരിക്കുകയാണ്, എന്താണ് അടിമത്വം ജനിപ്പിക്കുന്നത്, മനുഷ്യനാൽ അപമാനിക്കപ്പെടുന്നത് സംഘടിത മതങ്ങളാണ്. ഇവിടെയാണ് മതത്തിനോടുള്ള ഗുരുവിൻ്റെ വിയോജിപ്പ് വരുന്നത്. മതത്തെ അനുസരിക്കുന്ന ഒരു സേവകനെ പോലെ ഗുരു ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടിയിട്ടില്ല. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വക്താവായിരുന്നിട്ടില്ല. മതത്തിൻ്റെതായ പദാവലികൾ ഉപയോഗിച്ചിട്ടില്ല ഗുരു ഒരിക്കലും. ഗുരുവിൻ്റെ ഭാഷയിൽ കടന്നു വന്നിട്ടുള്ള സാധാരണ സന്യാസിമാരെ പോലെ പ്രസംഗിച്ച് നടന്നിട്ടില്ല. അപ്പം നോക്കൂ, അവിടെയെല്ലാമാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കാണേണ്ടത്. ഭാവിയാണ്. ഭാവി എന്താണ്? ഭാവിയുടെ മനുഷ്യൻ അപമാനിക്കപ്പെടാത്ത, സാഹോദര്യത്വമുള്ള, സ്നേഹിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ ഭാവിയിൽ ഉണ്ടാകണമെന്നുള്ള ഒരു അത്തരം വചനങ്ങൾ മാത്രമാണ് ഗുരു നമ്മളോട് പറഞ്ഞത്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഗുരുവിനെ നിരീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഗുരുവിൻ്റെ ദർശനം എന്ന് പറയുന്നത് ഭാവിയുടെ ഒരു പദ്ധതിയായിരുന്നു. അതെങ്ങനെ? മതമല്ല നന്നാവേണ്ടത്, മനുഷ്യനാണ്. നന്നായി തീരേണ്ട മനുഷ്യനാണ് ഗുരുവിൻ്റെ ദർശനം എന്ന് പറയും. അതാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് ഈ നന്നായി തീരേണ്ട മനുഷ്യനിൽ ആദർശ മാനവികതയുടെ എല്ലാ അംശങ്ങളും അതിനകത്തുണ്ട്. അവിടെയാണ്, ആ യാത്രയിലാണ് നമ്മൾ നേരത്തെ പലപ്പോഴും പറയുന്നത്. ശിഷ്യനാണെന്ന് ഞാൻ പറയുന്നില്ല. സഹോദരൻ അയ്യപ്പൻ്റെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, വേണം ധർമ്മം ഏതോചിതം എന്ന് പറയുമ്പോൾ അതും ശരിയാണെന്ന് ചേർത്ത് വയ്ക്കുന്നു. ഒന്നും ശരികേട്. സയൻസ് ദശ എഴുതുമ്പോൾ അതും വായിച്ചോളൂ. എല്ലാം ഒന്നിനെയും നിരാകരിക്കുന്ന ഒരു സംഗതിയില്ല. പക്ഷേ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അപമാനിക്കപ്പെടാത്തൊരു മനുഷ്യനെ എങ്ങനെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ള ഒരു ദർശനമാണ് ഗുരുവിൻ്റെ ദർശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ എത്തിച്ചേരുമ്പോൾ, അതിലിപ്പോൾ നമ്മൾ തുടർന്ന് അങ്ങോട്ട് വരുമ്പോൾ ഉള്ള പ്രതിഷ്ഠകളെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഗുരു നമ്മളെപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ചില ധൃതികൾ നമുക്ക് വരും. പക്ഷെ ഗുരു ഒരിക്കലും ഒരു സന്ദർഭത്തിലും ധൃതി കാട്ടിയിരുന്നില്ല. പക്ഷേ ചെയ്യാൻ പറ്റുന്നതെല്ലാം കൃത്യമായി പദ്ധതികളായി നടപ്പിലാക്കിയിരുന്നത്. എല്ലാം പദ്ധതികളായിരുന്നു. ആ വരികൾ, ഗുരുവിൻ്റെ ഓരോ വരികൾ എടുക്കുമ്പോൾ അതിൽ നിന്നൊരു അക്ഷരമോ ഒരു വാക്കോ ഒന്നും നമുക്കെടുത്ത് മാറ്റാൻ പറ്റില്ല. അത്രയ്ക്ക് അരക്കിട്ടുറപ്പിച്ചിട്ടുള്ള സൃഷ്ടികളാണ് സംഭവിച്ചിട്ടുള്ളത്. അതെല്ലാം ഈ ആദർശ മാനവികതയുടെ സംഗീതം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വരികളാണ് വന്നിട്ടുള്ളത്. അത് മാത്രമേ എനിക്ക് സൂചിപ്പിക്കുള്ളൂ. കളവങ്കോട്ടുള്ള കണ്ണാടി പ്രതിഷ്ഠ അടക്കം, അല്ലെങ്കിൽ അവസാനം ഉല്ലലയിലെ ഓംകാര ക്ഷേത്രത്തിലടക്കം വരുന്ന സംഗതികളെല്ലാം അതാണ്. അതുകൊണ്ട് അവിടെയെല്ലാം സംഭവിച്ചത് വിരുദ്ധ ആശയങ്ങളെ സംയോജിപ്പിക്കാതെ. വ്യത്യസ്തത വരുമ്പോൾ ആ വ്യത്യസ്തത എങ്ങനെ തൻ്റെ ബുദ്ധിയും തൻ്റെ പാണ്ഡിത്യവും കൊണ്ട് എങ്ങനെ മുറിച്ചു കടക്കാൻ പറ്റും എന്നുള്ളതാണ് ഗുരു ശ്രമിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അരുവിപ്പുറം പ്രതിഷ്ഠയാണെങ്കിലും പിന്നീട് അദ്വൈതാശ്രമമാണെങ്കിലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒന്ന് അരുവിപ്പുറത്തെ പ്രതിഷ്ഠ, രണ്ട് ആലുവ അദ്വൈതാശ്രമം, ശാരദാ പ്രതിഷ്ഠ. ഇത് മൂന്നും വളരെ വളരെ അവിടെ അഭിഷേകം വേണ്ടെന്നാണ് പറഞ്ഞത്. ശുദ്ധിയായിട്ടിരിക്കാനായി പറഞ്ഞിട്ടുള്ളൂ. അതാണ് കാര്യം. ഇപ്പം ശാരദയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട്, പല പഠനങ്ങൾ വരുന്നുണ്ട്. വ്യത്യസ്ത ജാതിയിൽപ്പെട്ടിട്ടുള്ള രണ്ടാളുകൾ വിവാഹം കഴിച്ചപ്പോൾ അതിലുണ്ടായ കുട്ടിയെ ഗുരു ശാരദ എന്ന് വിളിച്ചതാണെന്നും പറയുന്നുണ്ട്. അതല്ല ബൗദ്ധ ജൈന സങ്കല്പങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ വരുന്നുണ്ട്. എന്തായാലും രാജാരവിവർമ്മ വരച്ചതോ നേരത്തെ പറഞ്ഞ വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ ഭാഗമല്ല എന്ന് മാത്രമേ അവിടെ പറഞ്ഞു വയ്ക്കാൻ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും ഇവിടെ വരുന്നത് ആദർശത്തിൻ്റെ കേന്ദ്രമായി വരുന്നത്, ഗുരുവിൻ്റെ ആദർശത്തിൻ്റെ കേന്ദ്രമായി വരുന്നത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യനെ നന്മയുടെ പ്രതീകമാക്കുക എന്നുള്ളതാണ്. അതിന് ഗുരു കണ്ടെത്തിയ വഴി എന്ന് പറയുന്നത് എല്ലാ ജാതികളെയും മതങ്ങളെയും മനുഷ്യരെയും സമഗ്രമായി ഒന്നായി കാണാൻ ശ്രമിക്കുക. അതിനുള്ള ശക്തികളെന്ന് പറയുന്നത്, ഒന്ന് നീതിയാണ്, രണ്ട് കാരുണ്യമാണ്, മൂന്ന് സ്നേഹമാണ്. അതാണ് മനുഷ്യത്വം. അപ്പോൾ നോക്കൂ, ഈ മൂന്നും എവിടെ നോക്കിയാലും, ഇപ്പം അനുകമ്പ ദശകം നോക്കൂ, അനുകമ്പ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൽ 10 ശ്ലോകങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അവിടുത്തെ ആദ്യത്തെ വരി തന്നെ ഞാനിവിടെ തുടങ്ങിയപ്പോൾ അതിനാണ് തുടങ്ങിയത്, ഒരു വീട എറുമ്പിനും വരുത്തരുത്. ഞാൻ ഇന്നും ഇപ്പോഴും എപ്പോഴെങ്കിലും ഞാനും ജയകുമാർ സാറൊക്കെ ചായ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇടയ്ക്കെപ്പോഴും ഞാൻ ഒരു പറഞ്ഞു, ഒരു ഉറുമ്പ് അവിടെ ഉണ്ട് കേട്ടോ, അത് എപ്പോഴും പ്രസ്സിൽ വെച്ചാൽ നിസ്സാരമായി നമുക്ക് കരുതാം. ജയകുമാർ സാറിൻ്റെ ക്ലാസ് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഡെപ്ത് വളരെ ആഴത്തിലാണ്. ഒന്ന് ഏത് നിമിഷവും കൊല്ലപ്പെടാം ഒരു ഉറുമ്പ്, പക്ഷെ അതിന് പോലും ഒരു അപകടം വരുത്തരുത് എന്നൊരു പ്രാർത്ഥന ഇത്രയും വലിയ പണ്ഡിതനായ ഗുരുവിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചത് മാത്രം. അതുകൊണ്ട് ഓരോ മനുഷ്യനും അവൻ്റെ ജാതിയിൽ നിന്ന് സ്വതന്ത്രനാവണം എന്നുള്ളതാണ് ഗുരുവിൻ്റെ ആഗ്രഹം. അവിടെയാണ് ഈ അനുകമ്പ ദശകം വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഗുരു മനസ്സിലാക്കിയ 1-2 കാര്യം കൂടെ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുന്നത്, ഈ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആ വെറുപ്പ് ഇപ്പോഴും ഉണ്ട്. വെറുപ്പുണ്ടാകുന്നത് സംഘടിത മതങ്ങളിൽ നിന്നാണ്.
മാനുഷിക മൂല്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം മതങ്ങൾക്കാണ് എന്നുള്ളത് ഗുരുവിനറിയാം. പക്ഷെ നിർഭാഗ്യവശാൽ ആ ദൗത്യം മതങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അവിടെയാണ് ഗുരുദർശനത്തിൻ്റെ പ്രചാരണത്തിൻ്റെ പ്രസക്തി വരുന്നത്. അവിടെയാണ് മതങ്ങൾ അത് പ്രചരിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രചരിപ്പിക്കും? അത് പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ആശയം നമുക്ക് മുറുകെ പിടിച്ചുകൂടെ? ആ ആശയം നമുക്ക് പ്രചരിപ്പിച്ചുകൂടെ എന്നുള്ളതാണ്, പ്രചരിപ്പിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് വിഗ്രഹം വേണ്ട, വിഗ്രഹത്തിന് ചുറ്റുമാണ് ആൾ കൂടുന്നത്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് ഈ അരുവിപ്പുറത്തെ പ്രതിഷ്ഠ ഒക്കെയായി മുങ്ങിയെടുത്തു കൊണ്ടുവരുന്ന കല്ല് വന്നപ്പോൾ സ്വാമി വേറെ ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് മതി, വിലപിടിപ്പുള്ള വേറെ സാധനങ്ങൾ അതിനകത്ത് ഉടപ്പുണ്ട്, അതുകൊണ്ട് വെച്ചാൽ അതിന് കാവൽ നിർത്താൻ ആൾ വേണമെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ വളരെ കൃത്യമാണ് എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ കണ്ണാടി മതി, ഓം ശാന്തി എന്ന് എഴുതിയപ്പോൾ ദീർഘമുട്ട് പോയപ്പോൾ അത് മതി എന്ന് പറഞ്ഞു, മതി. അപ്പം നോക്കൂ, അതിലും അർത്ഥമുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. എല്ലാത്തിലും അർത്ഥമുണ്ട്. അപ്പം ഇങ്ങനെ പറയാൻ, ഇങ്ങനെ സംസാരിക്കാൻ നമുക്കൊരാളുണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് മാതൃകാ സ്ഥാനം എന്ന് പറയുന്നത് ജാതിപത ഭേദമില്ലാത്ത സോദര സ്ഥാനങ്ങളാണ്. സോദരർ വാഴുന്ന, ഇവിടെ നമുക്ക് ജാതിഭേദമില്ലാതെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഇതാണ് മാതൃകാ സ്ഥാനം. അപ്പം ആ വാക്കിന് അർത്ഥമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗുരു മുറുകെ പിടിച്ച 3 കാര്യങ്ങൾ, അതിലൊന്ന് ദൈവം, 2 മനുഷ്യൻ, ചരിത്രം. ഇത് 3 വളരെ പ്രധാനപ്പെട്ടത്. അവിടെ ദൈവത്തെ ഞാൻ പറയുന്നു അറിവ് എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കും. ദൈവം എന്ന് പറയുന്നത് അറിവ്. ഇത് 3 ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വലിയ വീക്ഷണമാണ് ഗുരു അവതരിപ്പിക്കുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു: ദൈവം, ചരിത്രം, മനുഷ്യൻ. അതിൽ നമുക്ക് ദൈവത്തെ മാറ്റി നിർത്താൻ പറ്റില്ല. മനുഷ്യനെ മാറ്റി നിർത്തിയാൽ പിന്നെ എന്താണ്? ചരിത്രം. ചരിത്രമില്ലാതെ മനുഷ്യനുണ്ടോ? മനുഷ്യനില്ലാതെ ചരിത്രമുണ്ടോ? അറിവില്ലാതെ ചരിത്രമുണ്ടോ? അറിവില്ലാതെ മനുഷ്യനുണ്ടോ? മനുഷ്യനില്ലാതെ അറിവുണ്ടോ? ഇത് 3 നോക്കൂ, വളരെ കാതലായ 3 വാക്കുകളാണ് നമുക്ക് സമ്മാനിച്ചത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ 3 ഇതിൽ 2 ഒന്നൊഴിവായാൽ, ഇപ്പം ചരിത്രം ഒഴിവായാൽ മനുഷ്യൻ അപകടത്തിലാവും. അപ്പോഴും ഗുരുവിൻ്റെ ആ ഒരു എന്താണ് ദുഃഖം അതാണ്. ചരിത്രമില്ലാതെ മനുഷ്യനുണ്ടോ? ചരിത്രമില്ലാതെ മനുഷ്യനുണ്ടാവില്ല. അപ്പം ചരിത്രം പോയാൽ മനുഷ്യൻ അപകടത്തിലാവും. അറിവില്ലാതെ മനുഷ്യൻ നിലനിൽപ്പുണ്ടോ? എങ്കിൽ മനുഷ്യൻ അപകടത്തിലാവും. അപ്പം അപകടത്തിലായി പോകുന്ന മനുഷ്യൻ ഉണ്ടാവരുത് എന്നുള്ള ഒരു ആഗ്രഹം, കൊതി ഗുരു എല്ലാ കാലത്തും നിലനിർത്തിയിരുന്നതാണ്. അതുകൊണ്ട് ഗുരുവിൻ്റെ ഏറ്റവും വലിയ ലോക വീക്ഷണം ഇതായിരുന്നു. ഈ പറയുന്ന 3 ആശയങ്ങളാണ്. അവിടെയാണ് എല്ലാ സമയത്തും എല്ലാ സംഗതികളിലും ഒരു ശൈവസത്ത. ഗുരുവിൻ്റെ പ്രതിഷ്ഠകളിലെല്ലാം ഒരു ശൈവസത്തയുണ്ട്. അത് വളരെ കൃത്യമാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഗുരുവിൻ്റെ പഠനവുമായി നമ്മൾ പുറകോട്ട് പോകുമ്പോൾ ചെന്നെത്തിച്ചേരുന്ന ഒരിടമാണ് തൈക്കാട്ട് അയ്യ സ്വാമി. തൈക്കാട്ട് അയ്യ ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പുറത്ത് കുളത്തൂരിലും അങ്ങനെ ഒരാളുണ്ട്, സ്വയം പ്രകാശ യോഗിനി ആശ്രമം. ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഒരാളായിരുന്നു. യോഗ പഠിക്കാനാണ് പോയിരുന്നത്. ഇപ്പം ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിട്ടുള്ള ഗുരുവാണെന്ന് പറഞ്ഞ് സമർത്ഥിക്കാനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടക്കുന്നു. അതെല്ലാം നടന്നോട്ടെ. പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രാചീന മലയാളത്തിൽ ആമുഖത്തിൽ മുഖവരയിൽ ചട്ടമ്പി സ്വാമി എന്താ പറഞ്ഞു എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, അതൊന്നൊരു തർക്കമല്ല. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ അതിലുള്ള ശ്രമം നടക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഒരു ശൈവസത്ത കൊത്തിവെക്കാൻ ശ്രമിച്ചത് ബോധപൂർവമായിരുന്നു. അതിൻ്റെ പുറകോട്ട് നമ്മൾ പോകുമ്പോഴാണ് ഈ പറയുന്ന 18 സിദ്ധന്മാരോ ആ 18 സിദ്ധന്മാർ ഉൾപ്പെട്ടിട്ടുള്ള 63 സിദ്ധന്മാരെയൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരും. ഇപ്പം തക്കല പോകുമ്പോൾ പീർ മുഹമ്മദ് പറയുന്നു. അപ്പോൾ അവർ പറയുന്നത് പീർ മുഹമ്മദ് എന്ന് പറയുന്നത് ഈ പറയുന്ന തൈക്കാട്ടയ്യ ഗുരുവിന് മുമ്പേ ഉണ്ടായ ആളാണെന്നുള്ളൊരു വാദം അവരും പറയുന്നു. ഏതായാലും ഒരുപാട് പുസ്തകങ്ങളുണ്ടായിട്ടുണ്ട് അറബിയിൽ. ഞാൻ പറഞ്ഞത് അങ്ങനെ പുറകോട്ട് പോകുമ്പോൾ അഗസ്ത്യർ വരെ എത്തും. അതിനിടയിൽ വരുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ഗുരുസ്മരണകളുടെ ഒരു പുസ്തകം കിട്ടിയപ്പോൾ അതിൽ ഭോഗര അന്വേഷിച്ച് പോയിട്ടുണ്ട്. നമ്മളെ പളനിയിൽ അവിടെയാണ് ഈ ഭോഗരെ അടക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ സുബ്രഹ്മണ്യനെ പൂർണ്ണമായി കാണണമെന്ന് സ്വാമി ഗുരു ആഗ്രഹിച്ചിരുന്നു. അത്ര അത് പൂർണ്ണമായി കണ്ടു എന്നാണ് അങ്ങനെ പറയുന്നു. ഭോഗരോടൊപ്പം നമ്മൾ അതിനടുത്ത് കാണുന്ന ഒരാളാണ് തിരുമൂലരുടെ തിരുമന്ദിരം എന്നൊരു പുസ്തകമുണ്ട്. ഇപ്പോൾ അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് സമ്പൂർണ്ണമായിട്ട് വീണ്ടും ഇറക്കിയിട്ടുണ്ട്. KG ചന്ദ്രശേഖരൻ നായർ സാറാണ് അത് എഴുതിയിട്ടുള്ളത്. ഗംഭീരമായിട്ട് അത് വളരെ കൃത്യമായി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഗുരു ആർജിച്ചെടുക്കാൻ പറ്റുന്നതെല്ലാം ആർജിച്ചെടുത്തു. എന്തിനെയാണ് എടുക്കേണ്ടത്? ഉപനിഷത്തുക്കൾ പഠിക്കാതല്ല, ഉപനിഷത്തുക്കൾ പഠിച്ചു. അതിൽ ഈശാവാസ്യം മാത്രം എടുത്തു. അതെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു?
മനുഷ്യന് വേണ്ടിയിട്ടുള്ള, ബാക്കി മാറ്റി വെച്ചു. പക്ഷെ നമ്മളെ ഇപ്പോഴത്തെ പണ്ഡിത സദസ്സ് പലപ്പോഴും ഇത് ഉപനിഷത്തിൻ്റെ ഒരു ധാരയിലേക്ക് ഗുരുദർശനത്തിനെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു സംഗതിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഈ സനാതന ധർമ്മത്തെക്കുറിച്ചുകൂടെ അല്പ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ആ അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഒരു ശൈവ സങ്കല്പത്തെ ആയുധമാക്കിക്കൊണ്ടാണ് ഗുരു എന്ത് ചെയ്തത്, ഈ മനുഷ്യത്വത്തെ രൂപപ്പെടുത്താനുള്ള ഒരു വലിയ പ്രക്രിയയിൽ ഏർപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ എല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ മനുഷ്യത്വ സംഗതി തന്നെയാണ്. സമയം ശ്രദ്ധിച്ചോളാം കേട്ടോ, തുടരാനല്ലേ, പറയാനല്ല, അതാണ് അതിനകത്ത് വരുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ശൈവസത്ത അതിനകത്ത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഈ ദൈവത്തെ സൃഷ്ടിക്കുക. ഇപ്പോൾ രാജാ രവിവർമ്മയുടെ ചിത്രമാണ് നമ്മൾ ദൈവസങ്കല്പമായി പലപ്പോഴും കണ്ടില്ല. ഇപ്പം എന്താണ് സരസ്വതിയുടെ രൂപം രവിവർമ്മ വരച്ച ചിത്രമാണ്. രവിവർമ്മയുടെ ചിത്രത്തോട് അതൊരു വലിയ നവോത്ഥാനമാണ്. രവിവർമ്മയാണ് ഈ പറയുന്ന ദൈവങ്ങൾക്കെല്ലാം ഈ പറയുന്ന ഒരു ചിത്രരൂപത്തിൽ വളരെ ഭംഗിയായി നമ്മൾ ആഗ്രഹിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ളൊരു വലിയ രൂപകൽപ്പന നൽകിയിട്ടുള്ളൂ. പിന്നീട് അതിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ശില്പങ്ങൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ അവിടെയൊക്കെയാണ് ഈ പറയുന്ന ശാരദയുടെ ഉടച്ചു വാർക്കലൊക്കെ വരുന്നത്. നമ്മളിപ്പോഴും പലപ്പോഴും ആളുകളൊക്കെ പറയുന്നത് അത് സരസ്വതി ദേവിയാണെന്ന് പറയുന്ന, കാരണം അറിവ് നൽകുന്നത് ആരാണ്, അറിവിൻ്റെ പ്രതീകമെന്ന് പറയുന്നത് സരസ്വതിയാണെന്നുള്ളൊരു സംഗതി പറയുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് അറിവ് എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നത് പക്ക അറിവ് എന്ന അർത്ഥത്തിൽ ഗുരു അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഗുരുവിൻ്റെ പ്രതിഷ്ഠയിലെല്ലാം വരുന്നത് സമത്വവും സാഹോദര്യവും അടങ്ങുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഗതി മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ഞാനൊരു അല്പ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. 2, ഈ കാഴ്ചപ്പാടുകൾ, ഈ ആശയങ്ങൾ, ഈ ചിന്താധാര, അല്ലെങ്കിൽ ഈ ലോകവീക്ഷണം, ഈ ദർശനം എങ്ങനെയാണ് നാൾക്ക് നാൾ ഇവിടെ തുടരേണ്ടതെന്നുള്ളതും ഗുരുവിനെ ബോധ്യമുണ്ടായി. അതുകൊണ്ടാണ് ശ്രീനാരായണ ധർമ്മസംഘം രൂപപ്പെടുന്നത്. അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നതെല്ലാം, അല്ലെങ്കിൽ SNDP എന്ന് പറയുന്ന ആ സംഘടന പോലും രൂപപ്പെടേണ്ടത് ഈ ധർമ്മം പരിപാലിപ്പിക്കണം എന്നുള്ളത്. നമ്മളതിന് മടിക്കേണ്ട കാര്യമില്ല, ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മം പരിപാലിപ്പിക്കുക എന്നുള്ളത്, അങ്ങനെ ഒരു ധർമ്മം, ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച ഒരു ധർമ്മം ഈ ലോകമുള്ളിടത്തോളം കാലം ഉണ്ടാകണമെന്ന് പറയുന്ന വലിയ തൃഷ്ണ അതുണ്ടാവണം. അതുകൊണ്ട് ജാതിയും മതവും നോക്കാതെ സകല മനുഷ്യരെയും ഒന്നിപ്പിക്കുന്ന ഒരു സംഘടന, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അതിനു വേണ്ടിയിട്ടാണ് രൂപം കൊടുത്തത്. ഞാൻ അതിനകത്ത് അത് മാത്രമല്ല, മനുഷ്യനെ ഭേദ ഉപാധികളില്ലാതെ മനുഷ്യനായി കാണുന്ന ഒരു സംഘടന. നോക്കൂ, മനുഷ്യർക്ക് മാത്രമായി ഈ സംഘടന ഉണ്ടാക്കി. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പരശുരാമൻ്റെ കേരളമാണെങ്കിൽ ഇത് വരില്ല, ശങ്കരാചാര്യരുടെ കേരളത്തിൽ ഇത് വരില്ല. പക്ഷെ ശ്രീനാരായണ ഗുരു, അതുകൊണ്ട് നമുക്ക് അന്തസ്സായി പറയാം, മനുഷ്യനാക്കിയ കേരളത്തിലേക്ക് വന്നത് ശ്രീനാരായണ ഗുരു. അതുകൊണ്ട് കേരളം ആരുടെ തന്നെയാണ്, ഗുരുവിൻ്റെ കേരളം തന്നെയാണ്, മനുഷ്യനാക്കി മാറ്റി എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് ഞാൻ ബാക്കി അതിനകത്തുള്ള 11 പേരെ മറ്റ് സംഗതികളൊന്നും പറയുന്നില്ല. ആശ്രമം എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞു. ആശ്രമം എന്ന് പറയുന്നത് തന്നെ കൃതിയാണ്. അപ്പോൾ നമുക്ക് കൃതികൾ രചിക്കപ്പെട്ടപ്പോൾ നമ്മളെ കവി മനസ്സുകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ എങ്ങനെ സംഭവിച്ചിരിക്കുന്നു, എങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു, അതിലുപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ, വാക്കുകൾ, തനി നാടൻ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പുണർന്നു പിറന്നതെല്ലാം ഒരു നമ എന്ന് പറയുന്നു, പുണരുക, പെറുക, എത്ര സാധാരണ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളോട് ഗുരു സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. എന്താണ് സമദൃഷ്ടി. നമ്മൾ ബുദ്ധൻ്റെ അഷ്ടാംഗമാർഗ്ഗം നമുക്ക് അവിടെ കാണാൻ പറ്റും. ശരിയായ കാഴ്ചപ്പാടെന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആശ്രമത്തിലിരിക്കുന്ന ആൾക്ക് ശരിയായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അവിടെ പറയുന്നുണ്ട് വിദ്വത്വം, അറിവുണ്ടായിരിക്കണം. ആരെങ്കിലും അല്ല ആശ്രമത്തിൻ്റെ ആളായിരിക്കേണ്ടത്, അവിടെ അറിവ് കൊടുക്കുന്ന ആളായിരിക്കണം എന്നുള്ള വളരെ വലിയ ആശയം. ഞാൻ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതെല്ലാം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നമുക്കിവിടെ ഇരിക്കുന്നവർക്കും അറിയാം. അത്തരത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള കൃതികൾ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ ഇതിലും പോകുന്നില്ല, ഏതാണ്ട് എൻ്റെ ഒരു കണക്കിൽ 3500ഓളം വരികൾ ഗുരു, നമ്മൾ ഇതുവരെ കണ്ടെത്തപ്പെട്ടിട്ടുള്ള വരികളുടെ ഒരു എണ്ണം നോക്കിയാൽ ഏതാണ്ട് 3000, ഞാൻ നോക്കിയപ്പോൾ 3353 എന്നാണ് എൻ്റെ അറിവിൽ കിട്ടിയത്. പദ്യം തന്നെ 809 പദ്യങ്ങളുണ്ട്. കൃതികൾ 54 എന്ന് നമ്മൾ പറയുന്നുണ്ട്, അതിൽ കൂടുതലുണ്ടെന്ന് പറയും. എന്തായാലും ചിലപ്പോൾ ഇനിയും കണ്ടെത്തേണ്ടത് ഉണ്ടാകാം. ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ മുക്തകം മുതൽ ശതകം വരെ എന്നാണ് നമ്മൾ പറയും. അങ്ങനെയാണ് അതെല്ലാം. ഇങ്ങനെ ശതകം, ദശകം എന്നൊക്കെ പറയുന്ന, അഷ്ടകം എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രക്ചറൽ, ഘടനാപരമായ ഒരു ആവിഷ്കാര ശൈലി അങ്ങനെ ആരും ഉണ്ടാവില്ല. അവിടെയാണ് ഈ ഉള്ളൂരിനോടുള്ള ഒരു ഒരു അമർഷമോ ദേഷ്യമോ ഒക്കെ നമുക്ക് തോന്നുന്നത്. ഉള്ളൂർ ഗുരുവിനെ വന്ന്
തലപ്പാവൊക്കെ താഴെ വെച്ചിട്ട് അകത്ത് പോയിട്ട് തിരിച്ചു പോയ ആൾ ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രം 5 വോളിയം വന്നപ്പോൾ അതിനകത്തൊരു വരി പരാമർശിക്കാൻ പറ്റാതെ പോയി. അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലൊന്നും ബോധപൂർവം ഇത് തമസ്കരിക്കപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ളൊരു സംഗതി വരുന്നത്. ആ തമസ്കരണം ഇപ്പോഴും ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അത്തരം അറിവുകൾ ഞാൻ ചില കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചിരുന്നു. ഗുരു ആർജിച്ചെടുത്തിട്ടുള്ള അറിവുകളിലെല്ലാം തന്നെ സ്നേഹത്തിൻ്റെ ഭാഷ, സ്നേഹത്തിൻ്റെ, സത്യസന്ധതയുടെ, അഹിംസയുടെ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, നല്ല മനുഷ്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റണം ഗുരുവിന്. അതാണ് അങ്ങനെ നല്ല മനുഷ്യനെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് വ്യക്തിപരമായി ഗുരുവും ശ്രമിച്ചത്. ഞാനൊരു നല്ല മനുഷ്യനായിരിക്കണം എന്നുള്ള ബോധ്യമില്ലെങ്കിൽ മറ്റൊരാളെ നല്ല മനുഷ്യനാക്കി മാറ്റാൻ പറ്റില്ല. അവിടെയാണ് ഈ മാനവികതയുടെ ഒരു ബന്ധം രൂപപ്പെടുന്നത്, അപരബോധത്തിൻ്റെ. വേണമെങ്കിൽ അവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയാം. അത് പറഞ്ഞോട്ടെ, എനിക്കതിനോട് ഇഷ്ടമൊന്നുമല്ല വ്യക്തിപരമായി, പക്ഷെ പറയട്ടെ. പക്ഷെ അത് നമുക്ക് പച്ചയ്ക്ക് തന്നെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ കൃതികളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമുക്ക് മാറത്തെ ദൈവദശകത്തിനെ കുറിച്ച് പറയുന്നത്, അതിൽ തന്നെ ചില സംഗതികൾ പറയുന്നത്. ഇപ്പോൾ ദൈവദശകം എഴുതിയത് പിന്നെ ഇവിടെ എന്താണ് ശിവഗിരിയിൽ വെച്ച് എഴുതിയാണെന്ന് പറയുന്നുണ്ട്. അതേസമയം ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് എഴുതിയാണെന്ന് ടി ഭാസ്കര മാഷിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു പരിധി വരെ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടി, എന്തായാലും എഴുതിയിട്ടുണ്ട് എന്നുള്ള. അതാണിപ്പോൾ നമ്മളിങ്ങനെ ഈ ദൈവദശകം, സത്യാനന്ദ സ്വാമി അടുത്ത കാലത്ത് ഞാൻ ഒരു പ്രഭാഷണം കേട്ടപ്പോൾ പറഞ്ഞത്, നമ്മുടെ ഈ ദൈവദശകത്തിൻ്റെ എല്ലാ വരികളും ഇങ്ങനെ ഇപ്പോൾ പറയുന്ന എല്ലായിടത്തും പോയി പറയുകയാണ്. അതിലൊരു 4 വരി നമ്മൾ പറഞ്ഞാൽ പോലും അതിനെ കൃത്യമായി അവിടെ നിൽക്കുന്ന ആളുകളിൽ സന്നിവേശിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു മാസക്കാലം നടന്നിട്ടുള്ള ഇവിടുത്തെ പഠന പ്രവർത്തനങ്ങൾ അത്തരത്തിൽ ഗുണകരമാകുന്ന തരത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ജ്ഞാനത്തിൻ്റെ പരമകോടിയിലെത്തുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അത്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ആവശ്യമുണ്ട് എന്നാണ്. നമ്മളൊരു ആശംസ പറയുമ്പോൾ പോലും അത് പ്രാർത്ഥനയുടെ അംശം എന്നാണ്. ഒരാൾ ആശംസിക്കുന്നു, നല്ലത് വരട്ടെ, അതിലൊരു ആഗ്രഹമുണ്ട്, അതിലൊരു പ്രതീക്ഷയുണ്ട്, ഒരു നന്മ വരണമെന്നൊരാഗ്രഹം പറയുന്നു. ആ അർത്ഥത്തിൽ അതിനകത്ത് ഒരു ഇടത്ത് പോലും ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റെന്തെങ്കിലും പരിവേഷമില്ലാതെ കൃതികൾ വരിക. ഇവിടെ വച്ച് സംഭവിച്ച ഗദ്യപ്രാർത്ഥനയാണെങ്കിൽ കൊലതീശ്വര സ്തവം എഴുതുമ്പോൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് വേദനിച്ച ആളിനോട് പിന്നെ അടുത്ത് ഗദ്യപ്രാർത്ഥന എഴുതി കൊടുക്കുന്നു. വളരെ ലളിതമാണെങ്കിൽ ലളിതമല്ല, വളരെ കൃത്യമായ അദ്വൈത ഭാവം, വളരെ കൃത്യമായ മാനുഷിക മൂല്യം അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന എല്ലാ കൃതികളിലും ക്ഷേത്ര സങ്കല്പത്തിലും ഇവിടെ എനിക്ക് തോന്നുന്നത് മറ്റ് വിഷയങ്ങളിലെല്ലാം അത്തരം ആശയങ്ങൾ കടന്നു വന്നിട്ടുണ്ടാവും. എന്തായാലും ഒന്ന് അവസാനിപ്പിക്കുന്നു. തുടങ്ങിയെടുത്ത് എന്ന് തന്നെയാണ് ഗുരു എത്തിച്ചേർന്ന ഒരു ദർശനമുണ്ടല്ലോ. ആ ദർശനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഒരു ജാതി എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യജാതി തന്നെയാണ്. ഒരു മതം എന്ന് പറയുന്ന ഒരു ആത്മാവിഷ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരു ദൈവം എന്ന് പറയുന്നത് അറിവ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഗൗരവകരമായി കാണേണ്ടത് ഗുരുവിൻ്റെ ദർശനങ്ങളെ, ഗുരുവിൻ്റെ ചിന്തകളെ, അത് എത്രമാത്രം നമുക്ക് സ്വാംശീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒന്നാമത്തെ